जय राधा माधव कुंज विहारी। जय राधा माधव कुंज विहारी। जय गोपी जन वल्लभा जय गिरिवरधारी। जय गिरिवरधारी। यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी। यमुनतीरावनचारी। जय राधा माधव कुंज विहारी। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा। जय प्रभुपदा जय भक्तिवेदांत स्वामी प्रभुपदा। जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरंगनिताय निताय गौर हरि बोल हरि बोल निताय गौर हरि बोल। नमो विष्णुपाद वशिष्ठ सरस्वती भक्तिवेदांत स्वामी श्री प्रभुपाद की जय। जगन्नाथ बलदेव सुभद्रा में सुदर्शन की जय। लड्डू गोपाल की जय। गौर निताई की जय। नरसिंह भगवान की जय। श्री श्री कृष्ण बलराम की जय। श्री श्री राधा माधव की जय। अनंत कोटि वैष्णव वृंद की जय। ഹരേ കൃഷ്ണ. ഇന്ന് ഇങ്ങനെ ഒരു ഭാഗവതം സേവ നൽകിയതിന് ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനും അതോറിറ്റീസിനും ഒക്കെ നന്ദി പറയാണ്. ഈ ഒരു സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്പിരിച്വൽ മാസ്റ്ററെ ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി മഹാരാജിൻ്റെ ബ്ലെസ്സിങ്സ് തേടുകയാണ്. ഐ ഓൾസോ സീക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ദ വൈഷ്ണവാസ് ആൻഡ് ഓൾ മൈ ശിക്ഷാ ഗുരുസ് who have guided me in this journey of Krishna consciousness. I seek the blessings of all assembled devotees so that I may be able to serve this Bhagavatam nicely. And please forgive me if there are any mistakes. Hare Krishna. नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय. Reading from Srimad Bhagavatam,
1831. गोप्या ददे त्वयि कृतागसिदाम तावत् या ते दशाश्रुकलिलाञ्जनसम्भ्रमाक्षम् वक्त्रं निनीय भयभावनया स्थितस्या सा मां विमोहयदिभिरभियद्भिभेति. One more time. गोप्या ददे त्वयि कृतागसिदाम तावत् या ते दशाश्रुकलिलाञ्जनसम्भ्रमाक्षम् वक्त्रं निनीय भयभावनया स्थितस्या सा मां विमोहयदिभिरभियद्भिभेति. Translation. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഒരിക്കൽ വികൃതി കാട്ടിയപ്പോൾ യശോദ മാതാവ് അങ്ങയെ ബന്ധിക്കാനായി കയറെടുത്തു. അപ്പോൾ അങ്ങയുടെ കലങ്ങിയ നയനങ്ങൾ അശ്രുക്കളാൽ നിറയുകയും ആ കണ്ണുനീരാൽ അങ്ങയുടെ നയനങ്ങളിലെ കൺമഷി കലങ്ങുകയും ചെയ്തു. ഭയരൂപം പൂണ്ട സത്വം പോലും അങ്ങയെ ഭയപ്പെടുന്നു. എങ്കിലും അങ്ങ് ഭീതി പൂണ്ടവനായി കാണപ്പെട്ടു. ഈ കാഴ്ച നിശ്ചയമായും എനിക്ക് അമ്പരപ്പുളവാക്കുന്നതാണ്. ഭാവാർത്ഥം. ജയ് ശ്രീല പ്രഭുപാദ്. പരമപുരുഷനായ ഭഗവാന്റെ ലീലകളാൽ സൃഷ്ടിക്കപ്പെടുന്ന വിഭ്രമങ്ങളുടെ മറ്റൊരു വ്യാഖ്യാനം ഇവിടെ നൽകിയിരിക്കുന്നു. എല്ലാ പരിതസ്ഥിതിയിലും പരമപുരുഷനായ ഭഗവാൻ പരമോന്നതനാകുന്നു. ഭഗവാൻ പരമോന്നതനാണെന്നും അതേസമയം തന്റെ ശുദ്ധഭക്തരുടെ സാന്നിധ്യത്തിൽ കളിപ്പാട്ടമാണെന്നതിനും ഒരു സവിശേഷ ദൃഷ്ടാന്തം ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഭഗവാന്റെ ശുദ്ധഭക്തർ നിഷ്കളങ്കമായ പ്രേമത്താൽ മാത്രമേ ഭക്തിയുത സേവനം ഭഗവാന് സമർപ്പിക്കുന്നുള്ളൂ. അത്തരം ഭക്തിയുത സേവനം സ്വതന്ത്രമായി നിർവഹിക്കുമ്പോൾ ശുദ്ധഭക്തർ പരമപുരുഷനായ ഭഗവാന്റെ പദവിയെ വിസ്മരിക്കുന്നു. ഭക്തി ആദരങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രശംസാരഹിതമായ ശുദ്ധ സ്നേഹം സ്വതസ്ഫൂർത്തമായ സേവനമായി സമർപ്പിക്കപ്പെടുമ്പോൾ പരമപുരുഷനായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഭക്തരുടെ പ്രേമയുത സേവനം അതിരേകമായി ആസ്വദിച്ച് സ്വീകരിക്കുന്നു. സമ്പൂജ്യമായ മനോവൃത്തിയാലാണ് സാധാരണ ഭക്തർ ഭഗവാനെ ആരാധിക്കുന്നത്. അത് ഭക്തനേക്കാൾ ഭഗവാൻ അപ്രധാനനായി കരുതാൻ കാരണമാകുകയും ശുദ്ധപ്രേമത്താലും പ്രീതിയാലും ഭക്തൻ സമർപ്പിക്കുന്ന സേവനത്തിൽ ഭഗവാൻ അധികതരമായി സംതൃപ്തനാവുകയും ചെയ്യുന്നു. ആ ചിത്ത ഉല്ലാസത്തിന്റെ ആവേശത്തിലാണ് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവത് ലീലകൾ അരങ്ങേറുന്നത്. കൃഷ്ണന്റെ മിത്രങ്ങൾ അവരിൽ ഒരുവനായി അദ്ദേഹത്തെ കരുതുന്നു. സമ്പൂജ്യ പ്രധാനനായി അവർ ഭഗവാനെ കരുതുന്നില്ല. ഭഗവാന്റെ മാതാപിതാക്കൾ അവരെല്ലാവരും ശുദ്ധഭക്തരാണ്. അദ്ദേഹത്തെ ശിശുവായി മാത്രം കരുതി. മാതാപിതാക്കളുടെ കഠിന ശാസനയെ വേദമന്ത്ര പ്രാർത്ഥനകളെക്കാൾ അതിരേകമായ ഹൃഷ്ടിയോടെ ഭഗവാൻ സ്വീകരിക്കുന്നു. സാമാന്യ ജനങ്ങളെ ആകർഷിക്കാനായി ഗോലോക വൃന്ദാവനമാകുന്ന ഭഗവാന്റെ അതീന്ദ്രിയ രാജ്യത്തെ നിത്യലീലകളെ അവതരിപ്പിക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വളർത്തമ്മയായ യശോദ മാതാവിന്റെ സമക്ഷം അനുസരണയുള്ളവനെ പോലെ ഭഗവാൻ പ്രദർശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ സവിശേഷമായ ലക്ഷണമാകുന്നു. ഭഗവാൻ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ശിശു കുസൃതികളാൽ യശോദ മാതാവ് കലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണ കലം പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ മിത്രങ്ങൾക്കും കളിക്കൂട്ടുകാർക്കും വിതരണം ചെയ്യുക പതിവാക്കിയിരുന്നു. വൃന്ദാവനത്തിലെ വിശ്രുതമായ വാനരന്മാരും ഭഗവാന്റെ ഈ പ്രവൃത്തിയുടെ ആനുകൂല്യം വേണ്ടുവോളം അനുഭവിക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നു. ഇത് ദർശിച്ച യശോദ മാതാവ് ശുദ്ധ പ്രേമത്താൽ തന്റെ അതീന്ദ്രിയ ശിശുവിനെ ശിക്ഷിക്കുന്നതിനായി അഭിനയിക്കാൻ ആഗ്രഹിച്ചു. യശോദ മാതാവ് ഒരു പാശമെടുത്ത് സാധാരണ എല്ലാ വീട്ടമ്മമാരും ശിശുക്കളെ ഭയപ്പെടുത്തുന്നത് പോലെ ഭഗവാനെ കെട്ടിയിടുമെന്ന് ഭയപ്പെടുത്തി. യശോദ മാതാവിന്റെ കയ്യിലെ കയർ ദർശിച്ച ഭഗവാൻ ഒരു ശിശുവിനെ പോലെ തന്റെ ശിരസ് വണങ്ങി കരയാനും തുടങ്ങുകയും അശ്രുക്കൾ അദ്ദേഹത്തിന്റെ നയനങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയും കൺമഷി അദ്ദേഹത്തിന്റെ മനോഹര നേത്രങ്ങളിൽ പടരുകയും ചെയ്തു. ഭഗവാന്റെ പരമോന്നത പദവിയെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതിനാൽ കുന്തി ദേവി ഭഗവാന്റെ ഈ ചിത്രത്തെ ആരാധിക്കുന്നു. ഭയരൂപം പൂണ്ടവർ പോലും ഭഗവാനെ ഭയപ്പെടുന്നു. എന്നിരിക്കെ സാമാന്യ രീതിയിൽ ഭഗവാനെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ച യശോദ മാതാവിനെ ഭഗവാൻ ഭയപ്പെടുന്നു. കുന്തി ദേവിക്ക് ഭഗവാന്റെ ഉദാത്ത പദവിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. അതേസമയം യശോദ മാതാവിന് അതിനെപ്പറ്റി അറിവ് ഇല്ലായിരുന്നു. ആകയാൽ
യശോദ മാതാവിന്റെ പദവി കുന്തി ദേവിയുടേതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു. യശോദ മാതാവിന് ഭഗവാനെ ശിശുവായി ലഭിക്കുകയുണ്ടായി. എന്നാൽ സ്വയം തന്റെ ശിശുവായി അവതരിക്കുന്ന സത്യത്തെ ഭഗവാൻ യശോദ മാതാവിനെ പൂർണ്ണമായി വിസ്മരിപ്പിച്ചു. ഭഗവാന്റെ ഉദാത്ത പദവിയെക്കുറിച്ച് യശോദ മാതാവിന് ബോധ്യം ഉണ്ടായിരുന്നു എങ്കിൽ ഭഗവാനെ ശിക്ഷിക്കാനും ശാസിക്കാനും അവർ നിശ്ചയമായും വിമുഖത കാട്ടിയേനെ. എന്നാൽ ഭഗവാൻ ഈ സന്ദർഭം ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയും സമ്പന്നയായ യശോദ മാതാവിന്റെ സമക്ഷം ശിശു സഹജമായ എല്ലാ വിലാസങ്ങളും പ്രദർശിപ്പിക്കാൻ കാക്ഷിക്കുകയും ചെയ്യയാൽ ഭഗവാന്റെ പദവിയെക്കുറിച്ച് യശോദ മാതാവിനെ വിസ്മൃതാവസ്ഥയിലാക്കി. പ്രകൃത്യായുള്ള ഈ മാതൃപുത്ര ബന്ധം സ്വാഭാവികമായ രീതിയിൽ നിർവഹിക്കപ്പെടുകയും ഈ രംഗത്തെ സ്മരിച്ചുകൊണ്ട് കുന്തിദേവി അത്ഭുതപ്പെടുകയും അതീന്ദ്രിയമായ പുത്രവാത്സല്യത്തെ പ്രകീർത്തിക്കുകയും ചെയ്തു. സർവശക്തനായ ഭഗവാനെ പോലും തന്റെ സ്നേഹനിധിയായ ശിശുവിനെ പോലെ നിയന്ത്രിക്കുന്ന യശോദ മാതാവിന്റെ അതിവിശിഷ്ടവും അദ്വിതീയവുമായ വാത്സല്യ പദവിയാൽ യശോദ മാതാവ് സ്തുത്യർഹയാകുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമീതി നാമിനെ. നമോ ആചാര്യപദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാധാമധായ നാഗരഗ്രാമധാരിണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्ण. ഇന്നത്തെ ശ്രീമദ് ഭാഗവതം സേവ 1:8-31 എന്നുള്ള ഒരു ശ്ലോകമാണ്. ഇത് കുന്തി ദേവിയുടെ പ്രാർത്ഥനകളിൽ പെടുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഭാഗവതത്തിന്റെ മഹിമയെപ്പറ്റി ഒരു നിമിഷം ഒന്ന് മനസ്സിരുത്തിയതിനു ശേഷം ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. അപ്പൊ ഭാഗവതം 1:3-40 ഭാഗവതത്തിന് തന്നെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ശ്ലോകമുണ്ട്. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മ സംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷിഃ നിശ്രേയസ്യായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത്. അതായത് ഈ ഭാഗവതം നാമത്തിലുള്ള പുരാണം, ഇദം ഭാഗവത നാമ പുരാണം, അത് ബ്രഹ്മസംഹിതം, അതായത് ഭഗവാന്റെ തന്നെ ഒരു ഇൻകാർണേഷനാണ്, സാഹിത്യ അവതാരമാണ് ശ്രീമദ് ഭാഗവതം. ഉത്തമ ശ്ലോക ചരിതം, ഇത് ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ അതീന്ദ്ര ലീലകളാൽ നിറഞ്ഞതാണ്. ഇത് കമ്പൈൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത് രചിച്ചിരിക്കുന്നതും ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള ശ്രീ വ്യാസദേവനാണ്. ഇതിന്റെ പർപ്പസ് എന്താണ്? ഫോർ ദ അൾട്ടിമേറ്റ് ഗുഡ് ഓഫ് എവ്രി വൺ, നിശ്രേയസ്യായ ലോകസ്യ, എല്ലാവരുടെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പുരാണം രചിക്കപ്പെട്ടത്. ധന്യം സ്വസ്തി അയനം മഹത്, ഇത് എല്ലാവർക്കും എല്ലാ സക്സസും എല്ലാ പെർഫെക്ഷനും നൽകുന്ന ഒരു സാഹിത്യമാണ്. പിന്നെ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സിൽ ഒന്ന് തന്നെ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ എല്ലാത്തിന്റെയും ബേസിസ് അല്ലെങ്കിൽ പ്രമാണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഭക്തിയുത സേവനം പ്രചരിപ്പിക്കുന്നതിൽ അതിന്റെ പ്രമാണം ശ്രീമദ് ഭാഗവതം പ്രമാണം അമലമായിട്ടുള്ള പ്രമാണമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഭാഗവതത്തിനെ ആത്മാർത്ഥമായി സീരിയസ് ആയിട്ട് പഠിക്കുകയാണ്, കെയർഫുൾ ആയിട്ട് പഠിക്കുകയാണ് എങ്കിൽ എന്ത് പറ്റുന്നു? നമുക്ക് ഭഗവാന്റെ എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് ലഭിക്കുന്നു. ശ്രീ സനാതന ഗോസ്വാമി പറയാറുണ്ട്, മദേകബന്ധോ മത്സംഗിം മദ്ഗുരു മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മത് ആനന്ദ നമോസ്തുതേ അസാധു സാധു തദാദായിൻ അതിനീചോച താരക. ഒരു സെക്കൻഡ്. അപ്പോ ശ്രീമദ് ഭാഗവത്തിന്റെ പറയുന്നത് മത് ഏക ബന്ധോ
മത് സംഗി, എനിക്ക് ആകപാടെയുള്ള എൻ്റെ ഒരു ബന്ധുവായിട്ടുള്ളത് ശ്രീമദ് ഭാഗവതമാണ്. മത് ഗുരു, എൻ്റെ ഗുരുവും, മത് എൻ്റെ മഹാധനവും, എൻ്റെ ഗ്രേറ്റസ്റ്റ് വെൽത്തും എല്ലാം ശ്രീമദ് ഭാഗവതമാണ്. എൻ്റെ ഭാഗ്യം, മൈ ഫോർച്യൂൺ, അതും ശ്രീമദ് ഭാഗവതമാണ്. മത് ആനന്ദ, എനിക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്നതും ശ്രീമദ് ഭാഗവതമാണ്. അങ്ങനെയുള്ള ഭാഗവതത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ ഗുണം പറയുന്നത് എന്താണ്? അസാധു സാധുതാദായിൻ, സാധുക്കൾക്കുള്ള യാതൊരു ഗുണവും ഇല്ലാത്തവരെ പോലും, അവർക്ക് പോലും സാധുത്വം പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അതിനീചരായ വ്യക്തികളെ പോലും, കോൺഷ്യസ്നസ് കൊണ്ട് കൃഷ്ണാവബോധത്തിൽ വളരെയധികം നീചരായിരിക്കുന്നവർ പോലും, അതിനീചരായിരുന്നവരെ പോലും അവരെ ഉയർത്താനുള്ള ഒരു പൊട്ടൻസി ശ്രീമദ് ഭാഗവതത്തിനുണ്ട്. അതിനീച്ചോ ഉച്ച താരകി, മേക്ക് എ സെയിന്റ് ഔട്ട് ഓഫ് എന്താ പറയാ, മ്ലേച്ഛ, അങ്ങനത്തെ ഒരു അതാണ് ആ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഈ ശ്രീമദ് ഭാഗവതത്തിനാണ് നമ്മളിപ്പോൾ ഭാഗവതത്തിന്റെ സേവയിലാണ് നമ്മളിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. നിത്യം ഭാഗവത ശ്രേവയ. അപ്പോൾ ഈ ഒരു സേവ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഈ ഭാഗവതം നമ്മൾ ശ്രവിക്കാനായി ഇരിക്കുന്ന ആ ഒരു സമയം നമ്മൾ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ ഉൾപ്പെടാനുള്ള ഒരു അവസരമായി കരുതേണ്ടതാണ്. നമ്മുടെ ജ്ഞാനത്തിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒറേറ്ററി സ്കില്ലിനെയോ കീർത്തനത്തിന്റെ കഴിവുകളെയോ അതിനെ ഒന്നും അളക്കുന്ന ഒരു അവസരമല്ല ഇത്. മറിച്ച് നമുക്ക് ഭഗവാന്റെ സേവനത്തിനായി ഇരുന്നു കൊണ്ട് ഈ ഒരു 1 hour അല്ലെങ്കിൽ വാട്ട് എവർ ടൈം വി ക്യാൻ, അത്രയും സമയം പൂർണ്ണമായും കൃഷ്ണാവബോധത്തോട് ഇരിക്കാനുള്ള ഒരു അവസരമായി കണ്ട് ശ്രീമദ് ഭാഗവതത്തിനെ ശ്രദ്ധയോടുകൂടി സേവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നത്തെ ശ്ലോകം എന്ന് പറയുന്നത് കുന്തിസ് പ്രേയേഴ്സിലുള്ള ഒരു ശ്ലോകമാണ്. അപ്പൊ കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം കുന്തി മഹാറാണി ഭഗവാന്റെ ലീലകൾ എത്രമാത്രം ബിവിൽഡറിംഗ് ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. അത്യന്തം വിഡംബനം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഭഗവാൻ അദ്ദേഹം അജനാണ്, അവ്യക്തനാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാൻ ഒരു ശിശുവിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ വരികയും അനേകം ലീലകൾ ആടുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെയും നമുക്ക് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. ഭഗവാനെ അധോക്ഷജൻ എന്നാണ് പറയുന്നത്. നമ്മുടെ സെൻസസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ലീലകളും അതുപോലെ തന്നെ അചിന്ത്യമാണ്, ഇൻകൺസീവബിൾ ആണ്. ചില ലീലകളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ അമ്പരപ്പുളവാകുന്നു. അത് തന്നെയാണ് ഇവിടെ കുന്തിദേവിയും പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അതിൽ വിഡംബനം, അത്യന്തം വിഡംബനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേ ലൈനിൽ തന്നെയാണ് ഈ ഒരു ശ്ലോകവും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകം എന്ന് പറയുന്നത് കുന്തി മാതാവ് ദാമോദര ലീലയെ സ്മരിക്കുന്ന ഒരു ശ്ലോകമാണ്. അപ്പൊ ദാമോദര ലീല നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കാർത്തിക മാസത്തിലെ എല്ലാ ദിവസവും ദാമോദര ലീല ഓർക്കുകയും കീർത്തനം ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീലയാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ലീല ആയതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തരാനും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? കാരണം എല്ലാവർക്കും അറിയാം, അത്ര എളുപ്പമുള്ള കാര്യമാണ്. എങ്കിലും ഭഗവാന്റെ ആ ഒരു ലീലയില് ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കുന്തി മാതാവ് എടുത്തു പറയുന്നത് എന്താന്ന് വെച്ചാല് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ അധീനതയിൽ സ്വയം മറന്ന് പ്രവർത്തിക്കുന്നത്. ഭക്തന്മാരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വളരെ സ്വീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ആ പാസ് ടൈംസ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കുന്തി മാതാവിന് ഭഗവാനെ കുറിച്ച് അറിയാം, ഭഗവാന്റെ പൊസിഷൻ എന്താണെന്ന് അറിയാം. അല്ലെങ്കിൽ കൃഷ്ണൻ ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. കൃഷ്ണൻ ഒരുപാട് ഒപ്ലൻസ് ഒക്കെ ഉണ്ട്. കൃഷ്ണനാണ് സൃഷ്ടാവ്. അപ്പൊ നമ്മൾ എന്താ പറയാ, കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഭഗവാനാണ് എല്ലാത്തിന്റെയും സർവസ്യ പ്രഭവം, എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനാണ്. ഭഗവാനെക്കാളും ഉയർന്നതായി അസമ ഊർധവ മറ്റാരുമില്ല. ഇതൊക്കെ കുന്തി മാതാവിന് അറിയാം. അതുകൊണ്ട് തന്നെ കുന്തി മാതാവിന്റെ ഭക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒപ്പുലൻസസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഭക്തിയാണ്, ഐശ്വര്യ മിശ്രിതമായിട്ടുള്ള ഭക്തിയാണ്. പക്ഷേ യശോദ മാതാവ് അങ്ങനെയല്ല. അവരുടെ ഭക്തി എന്ന് പറയുന്നത് കേവല ഭക്തിയാണ്. അതായത് ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണൻ
ഭഗവാനാണെന്ന് അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാറില്ല. പല പല ഇൻസിഡൻസിലൂടെ പല പല ലീലകളിലൂടെയും ഭഗവാൻ ഒരു സാധാരണക്കാരനല്ല എന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുന്തി ദേവിക്ക് അല്ല സോറി യശോദാമാതയ്ക്ക് ആ ഒരു വിചാരം ഒരിക്കലും വരാറില്ല. എപ്പോഴും ഭഗവാൻ തൻ്റെ പുത്രനാണ്, തൻ്റെ മകനാണ്, മകനെ ലാളിക്കണം, മകനെ വളർത്തിയെടുക്കണം, മകനെ ആഹാരം കൊടുക്കണം, മകനെ എന്താ പറയാ ഗുണദോഷിക്കണം. അപ്പൊ അങ്ങനെ ഒരു മൂഡിലാണ് ശ്രീ യശോദാമാതയുടെ എല്ലാ ഇന്ററാക്ഷൻസും. അപ്പൊ ഭഗവാനും അതിനനുസരിച്ച് തന്നെ പെരുമാറുന്നതായിട്ടാണ് ഈ ഒരു ലീലയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ ശരിക്കും കുന്തിമാതാവിനെ നമ്മള് വളരെ കൃഷ്ണയായ ഒരു ഭക്തയായിട്ട് നമുക്കറിയാം. പിന്നെ ഭാഗവതത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് വൃന്ദാദേവിയുടെ മഹിമകൾ പറയുന്നിടത്ത് ശ്രീല പ്രഭുപാദര പർപ്പോട്ടി പറയുന്നുണ്ട്, കുന്തി മാതാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ സക്സസ് പൊട്ടൻസിയുടെ ഇൻകാർണേഷൻ ആണ്, അതായത് വിജയശക്തിയുടെ ഇൻകാർണേഷൻ ആണ്. അപ്പൊ വിജയശക്തി എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് വിൽ ബി സക്സസ്ഫുൾ എന്നുള്ള രീതിയിലാണ്. പക്ഷെ നമുക്കറിയാം കുന്തി മാതാവിന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എപ്പോഴും അവർക്ക് എന്താ പറയുക, എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഭഗവാന്റെ സാന്നിധ്യവും ഭഗവാന്റെ അസോസിയേഷൻ കിട്ടുന്നതുകൊണ്ട് ഇത് എല്ലാത്തിലും കൂടെ കടന്നു പോകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും കുന്തി മാതാവിന്റെ ഭക്തി അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ ഭക്തി ആണെങ്കിൽ പോലും അത് യശോദാ മാതാവിന്റെ ഭക്തിയെക്കാളും അല്ലെങ്കിൽ യശോദാമാവിന്റെ പൊസിഷനേക്കാളും അല്പം വ്യത്യസ്തമാണ് എന്ന് ഈ പർപ്പോട്ടിൽ ശ്രീല പ്രഭുപാദ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കുന്തിമാതയ്ക്ക് മനസ്സിലാകുന്നുണ്ട് യശോദാദേവിയും കൃഷ്ണനും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ അതിനെ അനുകരിക്കാൻ ഒരിക്കലും കുന്തിമാതാവ് ചെയ്യുന്നില്ല. കാരണം രണ്ടുപേരുടെയും ഭക്തിയുടെ തലങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ അതേസമയം കുന്തിമാത യശോദാമ്മയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ സ്തുതിക്കുകയാണ് ചെയ്തത് ഇൻഡയറക്റ്റ് ആയിട്ട്. എത്രത്തോളം ഭാഗ്യവതിയാണ് യശോദാമാത എന്ന് കുന്തിദേവി ഇവിടെ ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദാമോദര ലീല നമുക്കറിയാം. ദാമോദര ലീല തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഒരു ദിവസം രാവിലെ ഭഗവാൻ ഒരു ചെറിയ ശിശുവായിരുന്ന സമയത്ത് ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ അവിടെ യശോദാമ്മ ഇരുന്ന് വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെണ്ണ കടയുമ്പോഴത്തേക്കും എപ്പോഴും വൃന്ദാവനത്തിലെ എല്ലാവർക്കും എല്ലാ സമയത്തും ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളും ഭഗവാന്റെ പാസ്റ്റ് ടൈംസ് ഓർക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും യശോദാമ്മ ഭഗവാന്റെ ലീലകളൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്ന് വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യശോദാമ്മ ഓർക്കുന്നുണ്ട്, അത് ഒരുപാട് ഗോപസ്ത്രീമാർ പരാതി പറയുന്നുണ്ട്, കണ്ണൻ അവിടെ പോയി വെണ്ണ കട്ട് തിന്നുന്നുണ്ട്. അപ്പൊ യശോദാമ്മ വിചാരിച്ചു, ഇവിടെ ഉണ്ടാക്കുന്ന വെണ്ണയ്ക്ക് രുചി പോരാഞ്ഞിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യാം, ഏറ്റവും ഉത്കൃഷ്ടമായ പശുക്കളിൽ നിന്നുള്ള പാലിൽ നിന്നുണ്ടാക്കിയ തൈര് കടഞ്ഞ് ആ ഒരു വെണ്ണ ഞാൻ കൃഷ്ണന് കൊടുക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും കൃഷ്ണൻ മറ്റൊരിടത്ത് പോയി കഴിക്കില്ലായിരിക്കും. ആ ഒരു പ്രതീക്ഷയില് യശോദാമ്മയുടെ പശുക്കളില് പത്മഗന്ധി എന്ന് പറയുന്ന പശു, അതിന്റെ ആ പാലിന് ലോട്ടസിന്റെ ഫ്രേഗ്രൻസ് ആണ്. അപ്പൊ ആ പശുക്കളുടെ പാല് തൈരാക്കി അത് കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. അപ്പൊ ഭഗവാൻ രാവിലെ എഴുന്നേറ്റ് വന്നെങ്കിലും അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ചെറിയ കുട്ടിയാണ്, വേഗം വന്ന് യശോദാമ്മയുടെ മടി കീറിയിരുന്ന് യശോദാമ്മയുടെ പാല് കുടിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ ഭഗവാനെ പാലൂട്ടിക്കൊണ്ട് യശോദാമ്മ വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് യശോദാമ്മയ്ക്ക് ഓർമ്മ വരുന്നത്, അടുപ്പത്ത് പശുവിന്റെ പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, അത് തിളച്ച് തൂവിപ്പോകും. അപ്പൊ അതും ശ്രീകൃഷ്ണന് തന്നെ പിന്നീട് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അത് വേഗം പോയി എടുത്ത് താഴെ വെക്കണം എന്ന് ഓർത്തിട്ട് യശോദാമ്മ ധൃതി പിടിച്ചു. അപ്പൊ ധൃതി പിടിക്കുമ്പോൾ എന്ത് ചെയ്തു? ആദ്യം മടിയിലുള്ള കുട്ടിയെ എടുത്ത് താഴെ വെച്ചിട്ട് വേഗം ആ പാല് ഇറക്കി വെക്കാനായിട്ട് പോയി. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ ഭഗവാന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഭഗവാൻ നല്ല ആസ്വദിച്ച് പാല് പിടിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനെ പിടിച്ച് താഴെ വെച്ചിട്ട് വേഗം യശോദാമ്മ പോവാണ്. അപ്പൊ കൃഷ്ണൻ അത് കുറച്ച് അലോസരം, ഒരു വിഷമം തോന്നി. അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമവും ദേഷ്യമൊക്കെ തോന്നിയപ്പം കൃഷ്ണൻ നോക്കി എന്ത് ചെയ്തു? ആ കലത്തിനെ തൈര് കടന്നുകൊണ്ടിരുന്ന കലത്തിനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കോല് വെച്ച് പൊട്ടിക്കുകയും അവിടെ മുഴുവനും എന്താ പറയാ പാലും ആ വെള്ളവും ബട്ടർ മിൽക്കും തൈരും എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കി എന്താ പറയാ ആകുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഭഗവാൻ നടന്നു പോയി. അവിടെ നിന്ന് നടന്നു പോയത് എങ്ങോട്ടാണ്? സ്റ്റോർ റൂമിലേക്ക്, വെണ്ണയൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറിയിലേക്ക്. അപ്പൊ ഭഗവാൻ ഈ ഇതിൽ ചവിട്ടി പോയത് കാരണം പോകുന്ന വഴിയിലൊക്കെ കാൽപ്പാടുകളുണ്ട്.
അങ്ങനെ ഭഗവാൻ ആ മുറിയിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് വെണ്ണയെടുത്ത് കഴിക്കാൻ തുടങ്ങി. ആ സമയം ഭഗവാന്റെ കൂട്ടുകാരായിട്ടുള്ള വൃന്ദാവനത്തിലുള്ള വാനരന്മാരൊക്കെ അവിടെ എത്തുകയും അവർക്കെല്ലാം ഭഗവാൻ വെണ്ണ പകർന്നു കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു ലീലയ്ക്ക് അതിന്റെ എന്താ പറയാ, അതിന്റെ നമ്മളിപ്പം എന്താ പറയാ, പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ആ വാനരന്മാരെല്ലാവരും ശ്രീരാമന്റെ അവതാരത്തിൽ ശ്രീരാമനെ സഹായിച്ചിട്ടുള്ള വാനരന്മാരാണ്. അപ്പോൾ ശ്രീരാമൻ അവരോട് പറയണം, എനിക്ക് നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് പകരമായി ഒന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇനി വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് ഇതിനുള്ള ഇത് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അതേ വാനരന്മാര് തന്നെ ഈ ലീലയിലും വരികയും കുഞ്ഞു കുഞ്ഞു വാനരന്മാരെ വരികയും കൃഷ്ണനോടൊപ്പം എല്ലാ ലീലകളിലും കുസൃതികളിലും ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വാനരന്മാരെ ഭഗവാൻ വെണ്ണ കട്ട് തരുമ്പോൾ ഭഗവാന്റെ കൈകൊണ്ട് തന്നെ വെണ്ണ എടുത്ത് ഇവരൊക്കെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു മുറി നിറയെ കുരങ്ങന്മാരും ഭഗവാനും കുട്ടികളും ഒക്കെ ആയിട്ട് ആകെ ഒരു ബഹളമായിട്ടിരിക്കുകയാണ്. അപ്പൊ യശോദാമ്മ പാലൊക്കെ ഇറക്കി വെച്ചിട്ട് തിരിച്ചു വരുമ്പോ അവിടെ കാണുന്ന രംഗം, വെണ്ണക്കല്ലൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുന്നു, പാലാഴി പോലെ കിടക്കുകയാണ് അവിടെ. അതിലൂടെ ചെറിയ ചെറിയ കാൽപാദങ്ങൾ, കാലടികൾ കാണുന്നുണ്ട്. അത് നോക്കി യശോദാമ്മ ഭഗവാൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അവിടെ കാണുന്നത് എന്താ, അവിടെ ആകെ ഒരു മെസ്സാക്കി വെച്ചിരിക്കുകയാണ് അല്ലെ, ആകെ ഒരു അലങ്കോലം ആക്കിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് യശോദാമ്മയെ കണ്ട പാടെ എല്ലാ വാനരന്മാരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഭഗവാൻ ഓടി രക്ഷപ്പെടാനുള്ള ഒരു അവസരം കിട്ടിയില്ല, പക്ഷെ ഭഗവാൻ ഓടാൻ ശ്രമിച്ചു. യശോദാമ്മ വിട്ടില്ല. എത്രയും നാളെ എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, എന്ന് ഞാൻ നേരിട്ട് കണ്ടു. വെണ്ണ കട്ട് തിന്നുന്നതും അത് അവിടെ എല്ലാം മറ്റുള്ള മങ്കകൾക്ക് കുരങ്ങന്മാർക്ക് കൊടുക്കുന്നതും എല്ലാം ഞാനിപ്പോ കണ്ടു. ഇന്ന് എന്തായാലും നിനക്ക് ശിക്ഷ നൽകിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ യശോദാമ്മ കൃഷ്ണന്റെ പുറകെ ഓടാൻ തുടങ്ങി. അപ്പം കൃഷ്ണൻ യശോദാമ്മയെ നല്ലപോലെ ഓടിക്കുന്നത് നമുക്ക് ആ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ യശോദാമ്മയ്ക്ക് അല്പം തടിയൊക്കെ ഉണ്ട്, അപ്പൊ യശോദാമ്മയ്ക്ക് ഓടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കൃഷ്ണൻ അത് മുതലാക്കിക്കൊണ്ട് വേഗം വേഗം ഓടി. പക്ഷെ എന്നാലും ഡിറ്റർമിനേഷൻ കൊണ്ട് യശോദാമ്മ വിചാരിച്ചു ഇന്ന് പിടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഫൈനലി ഭഗവാനെ പിടിക്കുകയും എന്നിട്ട് പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യും. നീ ഇത്രയും നാളും നിന്നെ വെറുതെ വിട്ടു, ഇന്ന് നിനക്ക് ശിക്ഷ തരാൻ പോവുകയാണ്. അപ്പം ഈ കുറ്റകൃത്യം ചെയ്തതിന് നിന്നെ നിന്ന ഉരലിൽ തന്നെ നിന്നെ കെട്ടിയിടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യശോദാമ്മ കയറെടുത്തോണ്ട് വന്ന് ഭഗവാനെ ആ ഉരലില് കെട്ടിയിടുകയാണ്. അപ്പൊ ആ ഉരലിൽ കെട്ടിയിടുന്ന സമയത്ത് യശോദാമ്മയുടെ കയ്യിലുള്ള ആ കയറിന് നീളം ഒട്ടും തികയുന്നില്ല. അപ്പൊ ആ ഒരു പാസ് ടൈമിന്റെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് നമ്മുടെ ദാമോദരാഷ്ടകത്തില് വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഭഗവാന് ആ കുട്ടിയായ ഭഗവാൻ എന്താ, അമ്മ എന്നെ പിടിച്ച് തല്ലുമോ, എന്നെ കെട്ടിയിടുമോ, അയ്യോ എനിക്കിന്ന് കൂട്ടുകാരുമായിട്ട് പോയി കളിക്കാൻ പറ്റില്ല, എന്നെ ഇവിടെ തന്നെ കെട്ടിയിട്ട ഞാൻ എങ്ങനെ കളിക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണം ആ കുട്ടിക്ക് വളരെയധികം വിഷമവും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു എന്താ പറയാ, അമ്മയെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു കുട്ടി. പക്ഷെ യശോദാമ്മയ്ക്ക് കുട്ടിയെ പേടിപ്പിക്കണം എന്ന് യാതൊരു ഇതുമില്ല. പക്ഷെ യശോദാമ്മ വിചാരിച്ചു എന്തായാലും ഒരു ശിക്ഷ കൊടുക്കണം, അപ്പൊ ശിക്ഷ കൊടുത്തു എന്ന് വരുത്തിയെങ്കിലും തീർക്കണം, അതുകൊണ്ട് ഇന്ന് കെട്ടിയിട്ടിട്ടേ ഉള്ളൂ എന്ന് യശോദാമ്മ വിചാരിക്കുകയും ഭഗവാനെ ആ ഉരലില് കെട്ടിയിടുകയും ചെയ്തു. പക്ഷെ കെട്ടിയിടാനായിട്ട് നല്ല പാടായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ആ കയറിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടുന്നില്ല. എല്ലാ ദിവസവും ഭഗവാനെ രാവിലെ റെഡിയാക്കി വിടുമ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ബെൽറ്റൊക്കെ ഈസി ആയിട്ട് ഇടാനും പറ്റാറുണ്ട്. പക്ഷെ ഇന്ന് ഭഗവാനെ ഒരു ഉരലിൽ കെട്ടാൻ നോക്കുമ്പോ കെട്ടാനേ പറ്റുന്നില്ല. യശോദാമ്മ ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട് യശോദാമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയാണെങ്കിലും എനിക്കൊന്ന് കെട്ടാൻ പറ്റണമേ എന്ന്. അപ്പൊ യശോദാമ്മ പിന്നെയും പിന്നെയും പരിശ്രമിച്ചു. വേറെ വേറെ കയറുകൾ ഗോപിമാരോട് പറഞ്ഞ് കൊണ്ടുവരികയും കൂട്ടിക്കെട്ടുകയും തലയും മുടിയിൽ കെട്ടിയിരുന്ന റിബൺ ഊരി കെട്ടുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും എത്തുന്നില്ല. അപ്പം ഒരു ലെക്ചറിൽ കേട്ട കാര്യമാണ്. അപ്പൊ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവിടെ ഇവൻ രാധാറാണിയും ഒന്ന് നോക്കിയിട്ട് പോകുന്നു അത്ര. അപ്പൊ രാധാറാണി എന്ത് ചെയ്തു, കെട്ടാൻ നോക്കുമല്ലോ എന്നാ ഇത് പിടിച്ചോന്ന് പറഞ്ഞിട്ട് രാധാറാണിന്റെ തലയിൽ കെട്ടിയിരുന്ന ലേസ് റിബണിന്റെ ഒരു കഷ്ണം കൂടി കൊടുത്തു. അതും കൂടെ ചേർത്ത് കെട്ടിയതിന് ശേഷമാണ് ശരിക്കും ഭഗവാനെ കെട്ടാൻ പറ്റിയത്, അമാവാസ്യ രാധാറാണിയും കൂടെ വന്നതിന് ശേഷം. പക്ഷെ അതെല്ലാം ഓരോരോ ആചാര്യന്മാരുടെ ഇതിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഭഗവാനെ കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും എത്രത്തോളം കയറിന്റെ നീളം കൂട്ടിയിട്ടും അത് 2 അങ്കുലം കുറവായിരുന്നു. ഫൈനലി യശോദാമാവിന്റെ ആ പരിശ്രമം കണ്ടിട്ട് ഭഗവാൻ തന്നെ
കെട്ടിക്കൊള്ളാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുകയും യശോദമാതാവിന് ഭഗവാനെ ഉരലിൽ കെട്ടിയിടാൻ പറ്റുകയും ചെയ്തു. അപ്പൊ 2 അങ്കുലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാന് നമ്മുടെ പരിശ്രമവും പിന്നെ ഭഗവാന്റെ കൃപയും. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ഭഗവാന്റെ ഭഗവാനുള്ള എല്ലാ സേവനവും സക്സസ്ഫുൾ ആകുന്നതിന് ഈ 2 ഫാക്ടേഴ്സും ആവശ്യമാണ്. അങ്ങനെ യശോദാമാതാവ് ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ടു. പിന്നെ നമുക്കറിയാം ദാമോദരലീലയുടെ ബാക്കി അല്ലെ. അപ്പൊ ഈ ഒരു ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത് യശോദാമാതാവ് ഭഗവാനെ കെട്ടിയിടുന്ന ആ ഒരു രംഗമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് യശോദാമാതാവ് ഭഗവാനെ കെട്ടിയിട്ടത്? ത്വയി കൃതാഗസി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ അങ്ങ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കുരുത്തക്കേടുകൾ കാണിച്ചത് കൊണ്ട് ഭഗവാനെ യശോദാമ്മ പിടിച്ച് കെട്ടിയിടുകയാണ് ചെയ്തത്. അപ്പൊ ഗോപി എന്ന് പറഞ്ഞിരിക്കുന്നത് യശോദാമ്മയാണ്. ഗോപി ആദതേ എന്തെടുത്തു? ഒരു ദാമം കയ്യിലെടുത്തു. ഗോപിയാദതേ ത്വയി കൃതകാസി ദാമ, അങ്ങയുടെ കുസൃതികൾ കൊണ്ട് അല്ലെങ്കിൽ ആ കുരുത്തക്കേടുകൾ കാണിച്ചത് കൊണ്ട് ഗോപിയായ യശോദ ഒരു കയറെടുത്തു. അങ്ങനെ കയറെടുത്തത് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് പറ്റിയത്? അങ്ങയുടെ അവസ്ഥ എങ്ങനെയാണ്? കലിലാഞ്ചന, കണ്ണുകളൊക്കെ നിറയുകയും കൺമഷിയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കണ്ണ് നിറഞ്ഞപ്പോഴത്തേക്കും കൺമഷിയൊക്കെ മിക്സ് ചെയ്ത് കലങ്ങി ഇങ്ങനെ പോവാണ്, മുഖത്തുകൂടെയൊക്കെ ഇത് വരികയാണ് അല്ലെ. നമ്മള് ദാമോദരാഷ്ടകത്തിലെ 2ാമത്തെ വേഴ്സിൽ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വിവരിച്ചിട്ടുണ്ട്. രുദന്തമുഹുർനേത്രയുഗ്മം ഋചന്തം കരാംബുജയുഗ്മേന സതങ്കനേത്രം മുഹുശ്വാസകമ്പാത്രിരേഖാംഗകണ്ഠാ സ്ഥിതഗ്രൈവം ദാമോദരം ഭക്തിബദ്ധം. ഭഗവാൻ കരയുകയാണ്. രുദന്തം എങ്ങനെ കരയുന്ന? മുഹൂർ നേത്ര, 2 കണ്ണുകളും പിന്നെയും കൈകൾ കൊണ്ട് തിരുമിക്കൊണ്ട് കരയുകയാണ്. അപ്പൊ കരഞ്ഞപ്പോഴത്തേക്കും കണ്ണുനീരും കണ്ണിൽ തേച്ചിട്ടുള്ള അഞ്ജനവും ഒക്കെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒഴുകുകയാണ്. അങ്ങനെ കരച്ചിലിങ്ങനെ വിങ്ങുന്നുണ്ട്. അപ്പൊ വിങ്ങല് കാരണം ഭഗവാന്റെ എന്താ പറയാ കഴുത്ത്, മനോഹരമായ പേൾ നെക്ലസ് ഇട്ടിട്ടുള്ള ആ കഴുത്ത് 3 വരകളോട് കൂടെ, ശംഖ് പോലെ 3 വരകളിലുള്ള ത്രിരേഖാംഗ ഖണ്ഡ, ആ കഴുത്ത് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പൊ ആ മുത്തുമാലയും അതിനൊപ്പം വിറയ്ക്കുന്നുണ്ട്, കമ്പനം കൊള്ളുന്നുണ്ട്. മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണിത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്താ ചെയ്തത്? യശോദാമ്മ ഭക്തി കാരണം, ഭക്തിയുടെ പാശം കൊണ്ട് ഭഗവാനെ ബന്ധിച്ചു. അപ്പോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സീനിൽ പറഞ്ഞു, ഭഗവാനെ ആർക്കും ഭഗവാനെ തോൽപ്പിക്കാനാവില്ല. ഭഗവാൻ അവിടെ ദിവസവും കംസൻ അയക്കുന്ന എല്ലാ സുരന്മാരെയും ഡിമൺസിനെയും ഒക്കെ തുരത്താറുണ്ട്, കൊല്ലാറുണ്ട്. പക്ഷെ അങ്ങനെ ആ ഭഗവാന് പേടിയേ ഇല്ല. ഭഗവാന്റെ കൂട്ടുകാർക്ക് തന്നെ പേടിയില്ല. അപ്പം അഘാസുരൻ വായും പൊളിച്ചിരുന്നപ്പോഴും അത് പാമ്പാണ്, അതിന്റെ വായിലേക്ക് പോയി കയറല്ലേ എന്ന് ഭഗവാൻ പുറകിരുന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. കൃഷ്ണൻ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഓടി വായിക്കാത്തേക്ക് കയറുകയാണ്. ഭഗവാനും അതുപോലെ തന്നെയാണ്. ഓടി വായിക്കാത്തേക്ക്, ഇപ്പൊ ഒരു അസുരന്റെ വായിക്കാത്തേക്ക് ഓടി കയറിയിട്ടാണ് ലീലകളൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്കും ഭയമില്ലാത്ത ഒരാളാണ് ഭഗവാൻ. പക്ഷെ ഇന്നോ ആ യശോദാമ്മയുടെ കയ്യിലെ വടിയും കയറും ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയം കൊണ്ട് വിറക്കിയാണ് ഭഗവാൻ. അപ്പോ പ്രഭുപാദ ഇതിന്റെ ലെക്ചറിൽ പ്രഭുപാദ പറയുന്നുണ്ട്, ഈ ഒരു പാസ് ടൈമില് എല്ലാവർക്കും ഭയമുണ്ട് ഓരോരോ കാര്യത്തിന്. ഭഗവാൻ ഒരിക്കലും ഭയമില്ല. അഭയം പ്രദാനം ചെയ്യുന്നയാളാണ് ഭഗവാൻ. നമ്മളൊക്കെ കീർത്തനത്തിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ. ഭജഹുരേ മന ശ്രീനന്ദനന്ദന അഭയ ചരണാരവിന്ദരേ. അപ്പം അഭയം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ പാതാരങ്ങളില് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് എപ്പോഴും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ ഭയം സ്വയം എക്സ്പീരിയൻസ് ചെയ്യാണ്. അല്ലെങ്കിൽ ചില പ്രഭാതർ പറഞ്ഞിരിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നല്ല, ഹീസ് എൻജോയിങ് ദ ഫിയർ. ആ ഫിയർഫുൾ നേച്ചർ, നമ്മൾ എന്തെങ്കിലും പേടിക്കുമ്പോൾ ആ ഒരു പേടി എന്നൊരു വികാരം ഉണ്ടല്ലോ, അത് ഭഗവാൻ ഈ ലീലയിൽ ഭഗവാൻ തന്നെ എൻജോയ് ചെയ്യുകയാണ്. എങ്ങനെയാണ് പേടി വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. കാരണം യശോദാമ്മയുടെ ആ സ്നേഹത്തിന് മുന്നിൽ ഭഗവാന്റെ എല്ലാ പൊട്ടൻസീസും ഒക്കെ വിട്ട് ഒരു ചെറിയ കുട്ടിയായിട്ട് എങ്ങനെയാണോ അങ്ങനെയാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്.
He submitting himself as a small child. അപ്പോൾ പല ലീലകളിലും ഈവൻ ഈ ദാമോദര ലീലയിൽ തന്നെ ഭഗവാനെ കെട്ടിയിട്ടതിന് ശേഷം യശോദാമ്മ തൻ്റെ ജോലികൾ ചെയ്യാനായി പോയി, അകത്തേക്ക് പോയി. അപ്പോൾ ആ ദിവസം അവിടെ ബലരാമൻ ഉണ്ടായിരുന്നില്ല. ബലരാമന്റെ അമ്മയും കൂടി എവിടെയോ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു, ഒരു ആരെയോ കാണാനായിട്ടൊന്നു, ഉപനന്ദനെ കാണാനോ മറ്റോ പോയിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ ബലരാമനോട് ആദ്യം ഗോപന്മാര് പറഞ്ഞു, വൈറ്റുവച്ചേ പറഞ്ഞു, കൃഷ്ണനെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്ന്. അപ്പം ബലരാമൻ ആകെ രോഷമായി. ആർക്കാണ് ഇത്ര ധൈര്യം എൻ്റെ കൃഷ്ണനെ കെട്ടിയിടാൻ? ഞാൻ അവരെ ഞെരിക്കും, ഞാൻ അവരെ ക്രഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഓടി വരികയാണ്. ഓടി വരുമ്പോഴത്തേക്കും അപ്പൻ്റെ ഇടയിൽ കൂടെ ആ ഗോപൻ പറഞ്ഞു, യശോദാമ്മ തന്നെയാണ് കെട്ടിയിട്ടത്. അപ്പോ ബലരാമന്റെ മൂഡാകെ മാറി. അയ്യോ, ബലരാമന് ഒരു ചെറിയ പടി, ഇനി എന്നെയും പിടിച്ച് കെട്ടിയിടുവോ? പക്ഷെ ബലരാമൻ അവിടെ വന്ന് കൃഷ്ണന്റെ അടുത്ത് വന്നു. എന്നിട്ട് അപ്പൊ കൃഷ്ണൻ പറയും, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറയൂ, എന്നെ ഒന്ന് അഴിച്ചുവിടാൻ പറ്റില്ല എന്തായാലും, അഴിച്ചുവിടാൻ പറയൂ പ്ലീസ് പ്ലീസ് എന്നുള്ള രീതിയിൽ, എൻ്റെ സഹോദരനല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു വീര്യത്തിൽ വന്നതാണെങ്കിലും ബലരാമൻ പറയും, എന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുരുത്തക്കേടുകൾ കാണിക്കരുത് എന്ന്. ഇങ്ങനെ മിസ്ചീഫ്സ് കാണിച്ചത് കൊണ്ടല്ലേ ഇപ്പൊ പിടിച്ച് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇങ്ങനെയല്ലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഗുണദോഷിക്കും. പക്ഷെ കൃഷ്ണൻ അത് കേട്ടിട്ടും പിന്നെയും ബലരാമനോട് പറയും, ഒന്ന് യശോദാമ്മയോട് പോയി പറയൂ. ബലരാം പറഞ്ഞാല് യശോദാമ്മ കേൾക്കും. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യം ഭഗവാൻ പറഞ്ഞപ്പോഴത്തേക്കും ബലരാമൻ വിചാരിച്ചു, ശരി ഞാനൊന്ന് പോയി പറഞ്ഞു നോക്കാം. യശോദാമ്മയ്ക്ക് അറിയില്ല ആരാണ് കൃഷ്ണൻ എന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് കെട്ടിയിരിക്കുന്നത്, ഞാൻ പോയി ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ബലരാമൻ യശോദാമ്മയുടെ അടുത്തേക്ക് പോകും. യശോദാമ്മ വളരെ ബിസിയാണ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. അതിൻ്റെ അടുത്ത് ബലരാമൻ പോയിട്ട് ചോദിക്കും, യശോദാമ്മേ, അവിടെ നിന്ന് ആരെയാണ് കെട്ടിയിട്ടേക്കുന്നതെന്ന് അറിയാമോ? ആ കെട്ടിയിട്ടിരിക്കുന്ന ആളിന്റെ ശരിയായിട്ടുള്ള സ്വരൂപം എന്താണെന്ന് അറിയാമോ? യശോദാമ്മ, എല്ലാ പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം. സൂര്യൻ പ്രകാശിക്കുന്നതും കാറ്റ് വീശുന്നതും കാലചക്രം ചലിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ ആജ്ഞപ്രകാരമാണ്. യസ്യാജ്ഞയാ ഭ്രമതി സംവൃത കാലചക്രോ. അങ്ങനെയുള്ള പരമദിവ്യോത്തമനായ ദ്യോത്യമ പുരുഷനായ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അദ്ദേഹത്തിനാണ് നിങ്ങൾ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. അറിഞ്ഞില്ല അല്ലേ എന്നൊക്കെ. അപ്പൊ യശോദാമ്മയ്ക്ക് ചിരിയാണ് വരുന്നത്. യശോദ പറഞ്ഞാ, അങ്ങനെയാണോ? ശരി, എനിക്കറിയില്ലായിരുന്നു. ശരി, അപ്പം കൃഷ്ണൻ എന്താന്നാ പറഞ്ഞത്? ഓ, ഭഗവാൻ അല്ലേ? ശരി. അപ്പം ബലരാമൻ ആരായിട്ട് വരും? അപ്പൊ ബലരാമന് വിചാരിച്ചു, ഞാൻ പറഞ്ഞതെല്ലാം യശോദാമ്മയ്ക്ക് മനസ്സിലായി. ഇനി എന്റെ കാര്യം കൂടി പറയാം. ഞാനാണ് സംഘർഷൻ, ഞാൻ ഭഗവാന്റെ ആദ്യത്തെ എക്സ്പാൻഷൻ ആണ്. എൻ്റെ എന്താ പറയാ, എൻ്റെ ഹൂഡ്സിലാണ് എല്ലാ പ്രപഞ്ചങ്ങളും എല്ലാ യൂണിവേഴ്സസിനും ഞാനാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ ലീലകളിലും ഞാൻ ഭഗവാനൊപ്പം വരാറുണ്ട്. അപ്പൊ അതെങ്ങനെയാ എന്ന് ചോദിക്കും. അത് ഇതിനു മുമ്പ് ത്രേതായുഗത്തില് കൃഷ്ണൻ രാമനായിട്ട് വന്നു. രാമനായിട്ട് വന്നത് ഇതേ ആള് തന്നെയാണോ? അതെ. അപ്പം ബലരാമൻ എവിടെയായിരുന്നു? ഞാനാണ് ലക്ഷ്മണനായിട്ട് വന്നത്. അപ്പോഴത്തേക്ക് യശോദാമ്മയ്ക്ക് മതിയായി. യശോദാമ്മ, എനിക്കിവിടെ ഒരുപാട് തിരക്കുണ്ട്, എന്നെ വെറുതെ മെനക്കെടുത്താൻ നിൽക്കണ്ട. ഈ അവതാരങ്ങൾക്കും ദൈവങ്ങൾക്കും ഒക്കെ ഇപ്പം ഒരു പണിയില്ലാഞ്ഞിട്ടാണോ എന്റെ വീട്ടിൽ തന്നെ വന്നിങ്ങനെ അക്രമങ്ങളും കുത്തക്കേടുകളും ഒക്കെ കാണിക്കുന്നത്? എന്ന് ചോദിക്കും. അപ്പം ബലരാമൻ ആകെ, അയ്യോ, ഞാൻ ഈ പറഞ്ഞതൊന്നും ഏറ്റില്ല അല്ലേ, ഒന്നും ഏശിയില്ല, ഞാൻ പറഞ്ഞതൊക്കെ വെറുതെ ആയല്ലോ എന്നൊരു തോന്നലായി ബലരാമന്. ബലരാമൻ, ഇല്ല അമ്മേ, അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലേ ഇനിയും ചോദിക്കുമ്പോൾ, ഇനി ഇവിടെ നിന്ന് അധികം വർത്തമാനമൊന്നും പറയണ്ട, നിന്നെയും കൂടെ ഞാനിപ്പം കെട്ടിയിടും, വേണമെങ്കിൽ വേഗം പൊക്കോ. അപ്പൊ ബലരാമൻ വേഗം അവിടെ നിന്ന് ഓടിപ്പോരും. കൃഷ്ണന്റെ അടുത്ത് പോയി പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇനി ഞാൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ച എന്നെയും കൂടെ കെട്ടിയിടുന്നു പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. അപ്പം യശോദാമ്മയ്ക്ക് ബലരാമൻ പറഞ്ഞതൊക്കെ സത്യമായിട്ടും അതെല്ലാം ഒരു തമാശയായിട്ട്, ബാലിശമായ വക്കാലത്തായിട്ട് മാത്രമേ തോന്നിയിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ ഭഗവാൻ എന്താ പറയാ, കോട്ടുവായ ഇടുമ്പോഴത്തേക്കും യശോദാമ്മ ഭഗവാന്റെ വായ്ക്കകത്ത് എന്താ പറയാ, ബ്രഹ്മാണ്ടം മുഴുവനും കാണുന്നുണ്ട്. പിന്നീട് മണ്ണുവാരി കഴിച്ചപ്പോ ഇല്ല എന്ന് ഭഗവാൻ കള്ളം പറയും. അപ്പോഴും വാ തുറക്ക് നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴും പ്രപഞ്ചം മുഴുവൻ കണ്ടിട്ട് യശോദാമ്മ ആകെ ഫെയിന്റ് ചെയ്തു, അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചു. പക്ഷെ അപ്പോഴും യശോദാമ്മ വിചാരിക്കുന്നത് എന്താണ്? എന്റെ തോന്നലാണ്, എനിക്ക് തോന്നിയതാണെന്ന്.
ഗാർഗമിനി ഭഗവാന്റെ നാമകരണ സമയത്ത് പറഞ്ഞു, ഭഗവാന്റെ മഹിമകളെ കുറിച്ചൊക്കെ പറഞ്ഞു, ഈ കുട്ടി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ. പക്ഷെ എന്നാലും അവർക്ക് എപ്പോഴും ഭഗവാൻ അവരുടെ പുത്രൻ മാത്രമാണ്. അപ്പൊ ഓരോരോ വൃന്ദാവനത്തിലെ ഓരോരോ ഡീമൺസിനുമായിട്ട് അല്ലെങ്കിൽ ഓരോ അസുരന്മാര് വരുമ്പോഴും അവരെ നിഗ്രഹിച്ചു കഴിഞ്ഞിട്ട് കൂട്ടുകാര് ഗോപന്മാര് വന്ന് വീട്ടിൽ വന്ന് പറയും, ഇന്നിങ്ങനെ സംഭവിച്ചു, കൃഷ്ണ ഈസ് വണ്ടർഫുൾ, കൃഷ്ണ പാസ്റ്റ് ടൈംസ് ആർ വണ്ടർഫുൾ, കൃഷ്ണ ഇസ് അമേസിങ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ആ ഒരു ഇത് വരും, ഓ ശരിയാണ്, ഇത് ഒരു സാധാരണ വ്യക്തിയല്ല, വളരെ വിശേഷപ്പെട്ട ഒരു ആള് തന്നെയാണ് ഈ കുട്ടി. അവരത് യശോദാ മാതാവിനോടും അല്ലെങ്കിൽ നന്ദ മഹാരാജനോടും ഒക്കെ പറയുമ്പോൾ അവരും സമ്മതിക്കും, ആ ശരിയാണ്, കൃഷ്ണൻ സ്പെഷ്യലാണ്. പക്ഷെ അവരതിൽ കൂടുതലൊന്നും അത് ആരാണെന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്പെഷ്യൽ ആണെന്നോ ഒന്നും അവർ ചിന്തിക്കാറില്ല. അപ്പം ഉദ്ധവർ കൃഷ്ണൻ പിന്നീട് മധുരയിലേക്ക് പോയതിനു ശേഷം ദ്വാരകയിൽ നിന്നും ഉദ്ധവരെ പറഞ്ഞു വിടുന്നുണ്ട് യശോദാനന്ദ മഹാരാജാവിനെ സമാധാനിപ്പിക്കുന്നതിനായിട്ട്. അപ്പൊ ഉദ്ധവർ വന്നിട്ടും ഭഗവാന്റെ ഗ്ലോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, ഇത് കൃഷ്ണൻ എന്ന് പറഞ്ഞാല് ഭഗവാനാണ്, സാക്ഷാൽ ഹരിയാണ് എന്നൊക്കെ, നാരായണനാണ് എന്നൊക്കെ പറയുമ്പോഴും നന്ദ മഹാരാജാവ് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ചിലപ്പോ അത് നാരായണനോ ഹരിയോ ഒക്കെ ആയിരിക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ മാത്രമാണ്. എന്നിട്ട് ചോദിക്കും, ഇവിടെ വിശക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം വാശി പിടിച്ച് കിട്ടാത്തപ്പോഴോ ഒക്കെ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണ കുട്ടിയാണത്. ഇടിവെട്ടുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് ഓടി അമ്മയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണവൻ, പേടിയുള്ള ഒരു കുട്ടിയാണവൻ. ഏതു നേരവും ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്ന ഒരു കുട്ടിയാണവൻ, ഇല്ലെങ്കിൽ അവൻ ക്ഷീണിച്ചു പോകും. എത്രത്തോളം വെണ്ണയാണ് അവൻ ഇവിടെ കട്ടു നിന്നിട്ടുള്ളത്. ഏത് ഭഗവാനാണ് പോയി വെണ്ണ ഒരിടത്തൊന്നും കള്ളത്തരം കാണിക്കുക വെണ്ണ കട്ടു തിന്നുകയൊക്കെ ചെയ്യുന്നത്? ഏത് ഭഗവാനാണ് ഇത്രയധികം പേടിയുള്ളത്? നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുതെയാണ്. അപ്പൊ എത്രത്തോളം ജ്ഞാനം ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒപ്പുലൻസസിനെ കുറിച്ചുള്ള ജ്ഞാനം പല വിധത്തിലും യശോദാമിക്കും നന്ദ മഹാരാജനും ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഒരിക്കലും ആ ഒരു ജ്ഞാനത്തിന്റെ പ്രഭാവത്തിൽ എന്താ പറയാ വർക്ക് ചെയ്തിട്ടില്ല. എപ്പോഴും അവർ പ്രവർത്തിച്ചിരുന്നത് ഈ കുട്ടി ഞങ്ങളുടെ സ്വന്തം പുത്രനാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ഇതാണ് കേവല ഭക്തി, ശുദ്ധ ഭക്തി എന്ന് പറയുന്നത്. മറ്റ് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ ഭഗവാന്റെ മഹിമകൾ അറിഞ്ഞുകൊണ്ട് അതിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള റെസ്പെക്റ്റോട് കൂടിയിട്ടല്ല അവരുടെ സേവനം നടന്നിരുന്നത്. പക്ഷെ എന്താ പറയുക, ഐശ്വര്യ അല്ലെങ്കിൽ ജ്ഞാനമിശ്രമായ ഭക്തി ഉണ്ടെങ്കിലും നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ ഭഗവാന്റെ ഒരു മഹിമകളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഭയഭക്തിയോടുകൂടിയാണ് അത് ഉണ്ടാകുന്നത്. അപ്പൊ ഭഗവാൻ പറയാറുണ്ട്, ഭഗവാന് കൂടുതൽ ഇഷ്ടം കേവല ഭക്തിയുടെ ഉള്ള ആ ഒരു സേവനമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശങ്ങൾ പറയുന്ന ഒരു അധ്യായമുണ്ട്, ചൈതന്യ ചരിതാമൃതയിലെ നാലാമത്തെ അധ്യായം. ഭഗവാൻ അവതരിച്ചതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ വേഴ്സസ്. അതിലിടയ്ക്ക് ഒരു വേഴ്സിൽ ഇത് പറയുന്നുണ്ട്. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് എന്താണ് ഇഷ്ടം, എനിക്കിഷ്ടമായിട്ടുള്ളത് എങ്ങനെയാണോ എന്നോട് ആൾക്കാര് വരുന്നത് ഞാൻ അത്തരത്തിൽ തന്നെ റെസിപ്രോക്കേറ്റ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും എന്നെ ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ എൻ്റെ ഒപ്പുലൻസസ് കണ്ടുകൊണ്ട് ഒരു റെവറൻസോടുകൂടി ചെയ്യുന്ന ആ ഒരു സേവയെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ ഇതെല്ലാം മറന്നിട്ട് എന്നെ അവരെ പോലെയോ അവരെക്കാൾ താഴെയായിട്ടുള്ള ഒരാളോ ആയിട്ട് കണ്ട് എന്നെ സേവനം ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇത് ശിശി ആദിലീല 4:21-22 ഭഗവാൻ പറയുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. മോരാ പുത്ര മോരാ സഖ മോരാ പ്രണപാതി ഏയി ഭാവേ ഏയി മോരെ കര ശുദ്ധ ഭക്തി अपना का बड़ा माने आमारे समाहिन सेई भावे हाई आमी ताहारा अधीന. അപ്പം ശുദ്ധ ഭക്തരുടെ ആ ഒരു മൂഡാണ്, ഭാവം. മോരാ പുത്ര മോരാ സഖ മോരാ പ്രാണപതി, എൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ ചിലര് വിചാരിക്കുന്നു എൻ്റെ ഫ്രണ്ട്സ് ആണ്, സഖാക്കന്മാരാണ്. ഗോപന്മാർ വിചാരിക്കുന്ന അങ്ങനെയാണ്. അവരൊരിക്കലും ഭഗവാനെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. എപ്പോഴും എന്താണ്, നമ്മുടെ സുഹൃത്താണ്, എന്നെ പോലെ തന്നെയാണ്. അപ്പൊ അവര് തമ്മിൽ കളിക്കുമ്പോൾ ചില കളികളിൽ തോൽക്കുന്നവർ ജയിക്കുന്നവരെ തോളിലേറ്റണം എന്നൊക്കെയുണ്ട്.
അപ്പൊ പ്രലംബാസുരന്റെ പത്തനി തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ കൃഷ്ണൻ അതിൽ തോറ്റുപോയി. അപ്പൊ കൃഷ്ണൻ തോറ്റുമ്പോഴത്തേക്കും കൃഷ്ണൻ ഇല്ല, ഞാൻ നന്ദമഹാരാജന്റെ പുത്രനാണ്, ഞാനൊരു രാജാവിന്റെ പുത്രനായതുകൊണ്ട് എനിക്ക് ആരെയും തോളിലേറ്റാൻ പറ്റില്ല, അത് നാണക്കേടാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, എന്താണ്, എന്ത് തന്നെ ആയാലും കളി തുടങ്ങുന്നതിന് മുമ്പേ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്തതാണ്, തോറ്റവര് ജയിച്ചവരെ എടുക്കുക തന്നെ വേണം, ഇല്ലെങ്കിൽ ഇനി മേല കളിക്കാൻ വരണ്ട, ഇന്നത്തോടുകൂടി കളിയൊക്കെ സ്റ്റോപ്പ്. അപ്പൊ അവര്, നീ പൊക്കോ, ഞങ്ങൾ വേറെ കളിക്കുകയാണ് പറഞ്ഞു പോകും. അപ്പൊ കൃഷ്ണൻ വിഷമം വരും. ഇല്ല പ്ലീസ്, എനിക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ തോറ്റ ആള് ജയിച്ചവരെ തോളിലേറ്റണം, അത് ചെയ്തേ പറ്റൂ. ഭഗവാന് വേറെ നിവൃത്തിയില്ല, ഭഗവാൻ അവരെ തോളിലേറ്റി നടക്കുകയും ചെയ്യും. അപ്പൊ മോനാസ് എന്നെ ഒരു ഫ്രണ്ടായിട്ട്, സഖാവായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ എന്നെ പുത്രനായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ ഗോപിമാരെ പ്രാണപതിയായിട്ട് കാണുന്നതോ, പ്രിയതമനായിട്ട് കാണുന്നതോ, അങ്ങനെ ശുദ്ധഭക്തിയോടെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അങ്ങനെ അവർ ചെയ്യുമ്പോൾ അവര് സ്വയം, അവർക്ക് സ്വയമാണ് ഇമ്പോർട്ടൻസ്. ഞാനാണ് വലുത്, ഈ കുട്ടി കൃഷ്ണൻ. അപ്പൊ യശോദാമ്മ വിചാരിക്കുന്നത് എന്താണ്, എപ്പോഴും കൃഷ്ണന് എപ്പോഴും പാലനം വേണം, കൃഷ്ണന് എപ്പോഴും ആഹാരം പോഷണം കൊടുക്കണം, കൃഷ്ണനെ ഗുണദോഷിക്കണം. ഒരു ചെറിയ കുട്ടിയാണ്, പ്രൊട്ടക്ഷൻ വേണ്ട ആളാണെന്നുള്ള രീതിയിലാണ്. സ്വയം തന്നെക്കാളും ചെറുതായിട്ടോ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടോ മാത്രമേ അവർ കാണുകയുള്ളൂ. ഗോപന്മാര് കാണുന്ന ഈക്വൽ ആണ്, ഒരിക്കലും അബവ് അല്ല. എല്ലാ റൂൾസും അവിടെ ഇവിടെയും ഈക്വൽ ആണ്. കൃഷ്ണന്റെ തോളിൽ കയറാൻ, കൃഷ്ണന്റെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കും, അല്ലേ. അപ്പം അങ്ങനെയാണ് അവരുടെ ഇന്ററാക്ഷൻസ്. അപ്പൊ ബ്രജവാസീസിന് എപ്പോഴും ഭഗവാന്റെ ഐശ്വര്യത്തെ കുറിച്ചുള്ള ഒരു ഒരു അറിവ് ഇല്ലാത്ത രീതിയിലാണ് അവരുടെ എല്ലാ സേവനങ്ങളും. അപ്പൊ അങ്ങനെ ഒരു ഭാവത്തില് സേവ ചെയ്യുമ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്, ഭഗവാൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവർ വരുമ്പം അമി തഹാര അധീന, ഞാൻ എന്നെ സ്വയം അവരുടെ അധീനനായി സമർപ്പിച്ചു കൊടുക്കും. എന്റെ പുത്രൻ, എന്റെ സഖാവ്, എന്റെ പ്രിയതമൻ എന്ന മനോഭാവത്തോടെ ആരാണോ സ്വയം മുതിർന്നവനായും എന്നെ അവന് സമനോ താഴ്ന്നവനോ ആയും കരുതിക്കൊണ്ട് എന്നോട് പരിശുദ്ധ പ്രേമഭക്തി ഭാവത്തെ ആസ്വദിക്കുന്നത്, അതേ മനോഭാവത്തിൽ ഞാൻ അവന് അധീനനായി തീരുന്നു. ഇതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ലീലകളിൽ നമുക്കിത് കാണാം, പല പല ലീലകളിലും. ഭഗവാനെ കൂട്ടുകാർ വഴക്ക് പറയാറുണ്ട്, കളിയിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. ഒരിക്കലും ഒരു പ്രിവിലേജ്ഡ് ആയിട്ട് തോന്നാറില്ല. ഭഗവാൻ എപ്പോഴും അവരുടെ ഒപ്പം ഒന്നിച്ച് അവരിൽ ഒരാളായി തന്നെ നിൽക്കുകയാണ്. യശോദാമ്മയുടെ നന്ദമഹാരാജന്റെ അടുത്തും ഒരു കുട്ടിയായിട്ടാണ് അവർ, എന്താണ് അല്ലെ, നന്ദമഹാരാജന്റെ അവിടെ വെച്ച് നന്ദമഹാരാജ് പറയും, ഞാൻ പുറത്തേക്ക് പോവാണ്, എന്റെ പാദങ്ങൾ കൊണ്ടുവരും എന്ന് പറയുമ്പോഴത്തേക്കും, ചെരുപ്പ് കൊണ്ടുവരാൻ പറയുമ്പോൾ ഭഗവാൻ ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഓടിപ്പോയിട്ട് എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ വുഡൻ സ്ലിപ്പേഴ്സ് എടുത്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല, അപ്പം തലയിൽ ഇങ്ങനെ വെച്ച് കൊണ്ടുവരുന്ന അത് മനോഹരമായ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് അതിന്റെ, അല്ലേ. ഒരു ചെറിയ കുട്ടി 2 പാദുകങ്ങൾ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ് അച്ഛന് കൊടുക്കാനായിട്ട്. ആരെങ്കിലും അങ്ങനെ ഭഗവാൻ മറ്റൊരാളുടെ ഒരു പാദവും ഏറ്റി തലയിൽ വെച്ചുകൊണ്ട് വരുന്നത്, അവർക്ക്, നമുക്ക് സാധാരണ ഭഗവാന്റെ ഒപ്പുലൻസ് അറിയാവുന്നവർക്ക്, ഭഗവാന്റെ മഹിമ അറിയാവുന്നവർക്ക് ഇതെല്ലാം ആശ്ചര്യകരമായി തോന്നും. അത് തന്നെയാണ് ഇവിടെ കുന്തി ദേവിയും പറയുന്നത്. യശോദാമ്മയുടെ ഭക്തിയുടെ മുന്നിൽ ഭഗവാൻ സ്വയം ഒരു കുട്ടിയായി നിൽക്കുന്നത്, ഇതും ഒരു ആശ്ചര്യം ഉളവാക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അത്, ഈ ഒരു പ്രിവിലേജ് ഭഗവാന്റെ ശുദ്ധ ഭക്തർക്ക് മാത്രം കിട്ടുന്നതാണ്. കാരണം അവരുടെ ഭക്തി അങ്ങനെയാണ്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാനകർമാറ്റനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിർ ഉത്തമ. ഉത്തമ ഭക്തി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് അഭിലാഷങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കുന്നത് കൊണ്ട് എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഭഗവാനെ എന്താണ്, ജ്ഞാനത്താലോ അല്ലെങ്കിൽ ഒരു റിസൾട്ടിന് വേണ്ടി കർമ്മകാണ്ഡത്തിന് അങ്ങനെയുള്ള യാതൊരു അറിവുകൾ കൊണ്ടും മറയ്ക്കപ്പെട്ടിട്ടുള്ള നല്ല അവരുടെ ഭക്തി ശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. ഭഗവാന് ഇഷ്ടമുള്ള രീതിയിൽ ആനുകൂല്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് അവരുടെ സേവനം. നമുക്ക് ഗോപിമാര് നാരദമുനി വന്ന് ഒരിക്കൽ ചോദിക്കുമ്പോൾ ആണ്, ഭഗവാന് തലവേദനയാണ്, ഭക്തന്മാരുടെ പാദധൂളി വേണം എന്ന് പറയുമ്പോൾ ഗോപിമാർക്ക് യാതൊരു മടിയില്ല, അവര് വേഗം കൊടുക്കും, അല്ലെ. അവര് പോയി യമുനയിൽ ഇറങ്ങിയിട്ട് കയറി വന്ന് ഒരു തുണി വിരിച്ചിട്ട് അതിൽ കാലിൽ പറ്റിയ ചളി മുഴുവൻ കളക്ട് ചെയ്ത് കൊടുക്കുക, എത്ര വേണമെങ്കിലും കൊണ്ടുപോക്കോളൂ. അപ്പൊ നാരദമുനി ചോദിക്കും, ഈ ഇത് ചെയ്യുന്നത് പാപമല്ലേ, ഇത് ഭഗവാന്റെ, നിങ്ങളുടെ പാദത്തിലെ ധൂളി ഭഗവാന്റെ നെറ്റിയിൽ ഇടാൻ പോവല്ലേ, അത് പാപം, നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരില്ലേ. ചോദിക്കുമ്പോഴത്തേക്കും, ഞങ്ങള് നരകത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ഭഗവാന്റെ തലവേദന മാറിക്കിട്ടിയാൽ മതി. കൃഷ്ണന്റെ, ഭഗവാന്റെ എന്ന് അവർ പറയില്ല, അല്ലെ, കൃഷ്ണന്റെ
കൃഷ്ണന് യാതൊരു അസ്വസ്ഥതയും ഉണ്ടാവാതിരുന്നാൽ മതി. അപ്പൊ ഇതാണ് ബ്രജവാസീസിന്റെ മൂഡ്. അവരൊരിക്കലും ഭഗവാന്റെ ഒരു മഹിമയെ അവർക്ക് അത് അങ്ങനെ ഒരു വിചാരം അവർക്ക് പല രീതിയിൽ കിട്ടിയാലും അത് ഒരിക്കലും അവരുടെ പ്രവർത്തനത്തിൽ, അവരുടെ സേവനത്തിൽ അത് റിഫ്ലക്റ്റ് ആവാറില്ല. അപ്പം ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്, ഒരു എന്താ പറയാ, 100 ലിറ്റർ പാല് തിളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരു കഷ്ണം വൈക്കോൽ, ഒരു ചെറിയ കഷ്ണം വൈക്കോൽ അല്ലെങ്കിൽ ഒരു പുൽക്കൊടി ഇടുകയാണെങ്കിൽ പാലിങ്ങനെ തിളച്ച് മറിയുമ്പോൾ ഈ പുൽക്കൊടി ഇടയ്ക്കൊന്ന് മേലെ പൊങ്ങി വരും, പിന്നെയും താഴേക്ക് പോകും, അല്ലെ? അതുപോലെയാണ് ബ്രജവാസീസിന് ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം. അവർക്ക് പല പല ലീലകളിലൂടെയും ഭഗവാൻ ഗോവർദ്ധന ഉദ്ധാരണം ചെയ്തപ്പോഴും ഒക്കെ ഇത് അതീന്ദ്രിയമാണ്, അല്ലെങ്കിൽ ഇതൊരു സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റി ആണെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ആ ഒരു തോന്നലിന്റെ പ്രഭാവത്തിലല്ല അവരുടെ എല്ലാ ഇന്ററാക്ഷൻസും. ആ ജ്ഞാനം എന്ന് പറയുന്നത്, ആ പാല്, ഇത്രയും ഒരുപാട് പാല് തിളയ്ക്കുന്നതിൽ ഒരു കഷ്ണം പുൽക്കൊടി അതിങ്ങനെ പൊങ്ങി വരികയും പിന്നെ അത് താഴെ പോകും. സ്ഥിരമായി അത് പൊങ്ങി നിൽക്കുന്നില്ല, ഒന്ന് വന്നു താഴെ പോകുന്നു. അതുപോലെ ഒരു മിന്നായം പോലെ അവർക്ക് ആ ഒരു ജ്ഞാനം വന്ന് പോവുകയാണ് ചെയ്യുക. അത് സ്ഥിരമായി അവരുടെ കോൺഷ്യസിൽ നിൽക്കാറില്ല. അതെന്തുകൊണ്ടാണ്? രൂപാദി പർപ്പോട്ടിൽ പറയുന്നുണ്ടല്ലേ, ഭഗവാന് അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വേണ്ടുവോളം ആസ്വദിക്കണമെങ്കിൽ അങ്ങനെ ഒരു ജ്ഞാനം അവർക്കുണ്ടാവാൻ പാടില്ല. അപ്പൊ അവർക്ക് ആ ജ്ഞാനം വന്നാലും ഭഗവാന്റെ പൊട്ടൻസിയായ യോഗമായ വഴി ആ ഒരു ജ്ഞാനത്തിനെ കവർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മളെയൊക്കെ അഫക്ട് ചെയ്യുന്ന സാധാരണ മഹാമായയാണ്, അല്ലെ? നമ്മൾ ഭഗവാനെ അങ്ങ് മറക്കും, എന്നിട്ട് നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും. വ്രജവാസികളെ അഫക്ട് ചെയ്യുന്നത് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിയായ യോഗമായാണ്. അവിടെ ഭഗവാനെ എല്ലാവരും മറക്കുന്നത്, ഭഗവാന്റെ ഒപ്പുലൻസസിന്, ഐശ്വര്യത്തെയാണ് അത് മറക്കുന്നത്. ഭഗവാന്റെ സേവനത്തിന് യാതൊരു തടസ്സവും ഇല്ലാതെ സുഗമമായി ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ ആ ഇന്ററാക്ഷൻസ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആവരണം അവിടെ നടക്കുന്നത്. നമ്മുടെ കാര്യത്തിൽ വരുന്നത് അങ്ങനെയല്ല. ഭഗവാന്റെ സേവനം ഒരു കാരണവശാലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാമായയുടെ ഇന്റർഫറൻസ് നമുക്ക് വരുന്നത്. അതിനുള്ള പരിഹാരവും ശ്രീല പ്രഭുപാദര് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. ഇപ്പോഴും ഭഗവാനെ നമ്മൾ സറണ്ടർ ആയാല്, ഭഗവാന് സറണ്ടർ ആവുകയാണെങ്കിൽ എന്തായാലും മായയെ നമ്മളെ ഫേവറബിൾ ആയിട്ട് സഹായിക്കും. മായയെ നമുക്ക് കടക്കാൻ കഴിയും. പിന്നെ ഈ പർപ്പോട്ടി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഭയത്തിനെ കുറിച്ചാണ്. അതായത് ഭയം ഒരു വ്യക്തിരൂപം കൊണ്ട് വന്നാൽ ആ ഭയം പോലും ഭഗവാനെ ഭയക്കുന്നു. യത് വിവേദി സ്വയം ഭയം എന്ന് മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പം ഭയം ഒരു സത്വത്തിന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ ഭയത്തിന് ഭഗവാനെ പേടിയാണ്. കാരണം ഭഗവാൻ പരമേശ്വരൻ, ഈശ്വര പരമ കൃഷ്ണ, സുപ്രീം ആയിട്ടുള്ള കൺട്രോളറാണ്. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ ആജ്ഞയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭഗവാനോടുള്ള ആ ഒരു ഭയമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഭഗവാൻ ഇവിടെ യശോദാമ്മയുടെ മുന്നില് സ്വയം ഭയത്തിന് അടിമയായി നിൽക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില പ്രഭാതർ ലെക്ചറിൽ പറഞ്ഞിരിക്കുന്നത് കാളി അല്ലെങ്കിൽ ദുർഗയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള കാളിയുടെ ഉദാഹരണം. കാളിയുടെ രൂപം എന്ന് പറഞ്ഞാൽ വളരെ ഭയാനകമാണ്, അല്ലെ? അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ച് അവരുടെ തല കൊണ്ട് മാലയൊക്കെ ഉണ്ടാക്കിയിട്ട് കയ്യിലൊരു വെട്ടുകത്തി പോലത്തെ ആയുധമൊക്കെ ഏന്തിട്ട് വരുന്ന കാളി, അതൊരു ഭയത്തിന്റെ, കാളി നേരിട്ട് കണ്ടാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല, നമ്മൾ ബോധം കെട്ട് വീഴും പേടിച്ചിട്ട്. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള ഒരു ഭയത്തിന്റെ ഒരു രൂപമാണ് കാളിക്കുള്ളത്. പക്ഷെ കാളി ആരാണ്? ദുർഗാദേവിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ. ദുർഗാദേവി എന്ന് പറയുന്നത് ഭഗവാന്റെ എന്താ പറയാ ഒരു പൊട്ടൻസിയാണ്, അല്ലെ? സൃഷ്ടി സ്ഥിതി പ്രളയ സാധന ശക്തി രേഖ ഛായേവ. അപ്പൊ അവിടെ പറയുന്നത് ഛായേവ, ദുർഗ എന്ന് പറയുന്നത് ഭഗവാന്റെ പൊട്ടൻസിയുടെ ഒരു ഛായ മാത്രമാണ്. ഇന്റേണൽ പൊട്ടൻസിയുടെ ഒരു ഛായ, അതിന്റെ ഒരു ഷാഡോ ആണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ദുർഗാദേവി പോലും ഭഗവാന്റെ പൊട്ടൻസിയുടെ ഒരു ഷാഡോ മാത്രമായിട്ടാണ് ഇരിക്കുന്നത്, ഇന്റേണൽ പൊട്ടൻസിയുടെ ഷാഡോ ആയിട്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ദുർഗാദേവിയും ഭഗവാന്റെ ആജ്ഞാനുവർത്തിയാണ്. എന്താ പറയാ, എല്ലാ പ്രകൃതിയും ഭഗവാന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്നതാണെന്ന് നമ്മള് ഭഗവത്ഗീതയിൽ കേൾക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ അത്രയ്ക്കും ഭീതികരമായിട്ടുള്ള ദുർഗാദേവി പോലും ഭഗവാനെ ഭയപ്പെടുമ്പോൾ ഭഗവാൻ ഇവിടെ ഒരു പാവം ഗോപസ്ത്രീനെ കയ്യിലുള്ള ആ ഒരു വടി കണ്ടിട്ട് ഭയപ്പെട്ട് നിൽക്കുകയാണ്. അത് ശരിക്കും ഭഗവാന്റെ എന്താ പറയാ ലീലയുടെ മാധുര്യമാണ് ഈ ഒരു ഇൻസിഡന്റിലൂടെ ചില പ്രഭാതര് കാണിച്ചു തരുന്നത്. അപ്പൊ ഭഗവാന്റെ ലീലയുടെ മാധുര്യം എന്ന് പറഞ്ഞാല് ഭഗവാൻ സ്വയം സമർപ്പിക്കുന്നു.
ഭഗവാനോടുള്ള ഇന്ററാക്ഷൻസ് അനുസരിച്ച്, ഭക്തരുടെ ഇന്ററാക്ഷൻസ് അനുസരിച്ച് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാവയായിട്ട് സ്വയം സമർപ്പിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ സ്വീറ്റ്നെസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദാമോദരാഷ്ടകത്തിൽ ഉടനീളം ഭഗവാന്റെ ഭംഗി പറയുന്നുണ്ട്. എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഫിസിക്കൽ ബ്യൂട്ടിയെ പറ്റി നന്നായി വിവരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനമാണ് ഭഗവാന്റെ ഈ ഒരു അല്ലെങ്കിൽ ഭക്തവാത്സല്യം അല്ലെങ്കിൽ ഭൃത്യവാത്സല്യം അത് പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു കളിപ്പാട്ടമായി ഭഗവാൻ നിന്നു കൊടുക്കുന്നത്. അതാണ് ഈ ഒരു ശ്ലോകത്തിനകത്തുള്ള ഭഗവാന്റെ സ്വീറ്റ്നെസ്. പിന്നെ യശോദാമ്മയുടെ മഹനീയമായ പൊസിഷൻ. അപ്പൊ യശോദാമ്മയെ മാത്രമല്ല, വൃന്ദാവനത്തിലുള്ള എല്ലാ വ്രജവാസികളുടെയും ശരിക്കും അവരുടെ സ്റ്റേറ്റസ് അല്ലെങ്കിൽ അവരുടെ മൂഡ് ഓഫ് സർവീസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ് എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. അവർക്ക് അൺകണ്ടീഷണൽ ആയിട്ട് ഭഗവാനെ സേവനം ചെയ്യാൻ കഴിയും, സ്പോണ്ടേനിയസ് ആൻഡ് അൺകണ്ടീഷണൽ ആയിട്ട്. അപ്പം ആ ഒരു പ്രിവിലേജ് നമുക്കെല്ലാവർക്കും ലഭ്യമാണ്. അതൊരു അന്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ദിസ് ഇസ് അവൈലബിൾ ഫോർ എവ്രി വൺ എന്ന് ശ്രീല പ്രഭുപാദർ ലെക്ചറിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ മറ്റു ഉദ്ദേശങ്ങളൊന്നുമില്ലാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി അൺഅലോയ്ഡ് ആയിട്ട് നമ്മൾ ഭഗവാനെ സ്നേഹിക്കുകയാണെങ്കിൽ ത്രൂ ദ സർവീസ്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഭഗവാന്റെ പാസ് ടൈംസിൽ ഇതുപോലെ ഭഗവാനുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ചെയ്യാൻ കഴിയും എന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു മൂഡ് ഇതില് കുന്തിദേവി പല പ്രാർത്ഥനകളും പറയുന്നതിനൊപ്പം ഭഗവാന്റെ ക്വാളിറ്റീസ് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനൊപ്പം തന്നെ യശോദാമ്മയുടെ പൊസിഷനെയും ഗ്ലോറിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ പ്രാക്ടീസിങ് ഡിവോട്ടീസിന് മനസ്സിലാക്കേണ്ടതും പ്രായോഗികമായി ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ്. അപ്പൊ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ ഭക്തിയിൽ പലരും പല പല ലെവൽസിലായിരിക്കും, പലർക്കും പല പല കപ്പാസിറ്റീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മളെക്കാളും മികച്ചതായി മറ്റൊരാളെ കാണുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേണ്ടത്? നമ്മൾ അവരെ അഡ്മയർ ചെയ്യുന്നു, അവരിൽ നിന്നും പഠിക്കുന്നു, അവരിൽ നിന്നും ബ്ലെസ്സിങ്സ് എടുത്തുകൊണ്ട് ഭഗവാന്റെ സേവ അവർ ചെയ്യുന്നത് പോലെ പ്രീതികരമായി ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നന്നായി ചെയ്യാനായിട്ട് അവരിൽ നിന്നും ബ്ലെസ്സിങ്സും ഇൻസ്ട്രക്ഷൻസും എടുത്തുകൊണ്ട് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. ഇവിടെ കുന്തിദേവി യശോദാമ്മയെ പോലെ തനിക്ക് ചെയ്യാനാവില്ല എന്നറിയാം, എങ്കിലും അതിൽ അവർക്ക് പരിഭവമൊന്നുമില്ല. അതിൽ അവര് സന്തോഷിക്കുകയും യശോദാമ്മയെ പ്രകീർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്ലോറിഫൈയിങ് ഡിവോട്ടീസ് ആൻഡ് സീക്കിംഗ് ദർ ബ്ലെസ്സിങ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ സ്പിരിച്വൽ ജേർണി. ഹരേ കൃഷ്ണ. പിന്നെ ഈ ഒരു ശ്ലോകത്തിന്റെ അതേ എന്താ പറയുക മീനിങ് വരുന്നതാണ് നമ്മുടെ എന്നതവം ചെയ്തനെ എന്നൊരു കീർത്തനമുള്ളത്. അപ്പൊ അതിലെ ഓരോ പാരഗ്രാഫും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അതായത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മനായിട്ടുള്ള ഭഗവാൻ യശോദാമ്മയുടെ പുറകെ നടന്ന് തായേ തായേ എന്ന് വിളിച്ച് അമ്മയെന്ന് വിളിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിന് വേണ്ടിയിട്ട് യശോദാമ്മയെ നിങ്ങൾ എന്ത് തപസ്സാണ് ചെയ്തിട്ടുള്ളത്? തവം സേതനീ യശോദ, ആ ഒരു ഇതിൽ എന്ത് തപസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഭാഗ്യം യശോദാമ്മയ്ക്ക് സിദ്ധിച്ചത് എന്ന്. പിന്നെ അതിന്റെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? 14 ലോകങ്ങൾ സൃഷ്ടിച്ച ആ ഭഗവാനെ യശോദാമ്മ എന്താണ് ചെയ്യുന്നത്? കയ്യിലെടുക്കുന്നു, കയ്യിലേന്തുന്നു, താരാട്ടുന്നു, പാലൂട്ടുന്നു, ഉറക്കുന്നു. അങ്ങനെ ഇതൊക്കെ എങ്ങനെ പറ്റുന്നു? ഇതൊക്കെ എങ്ങനെയാണ് സിദ്ധിച്ചത്? ഈ ഒരു സിദ്ധി എങ്ങനെ കിട്ടി? അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ബ്രഹ്മാവും ഇന്ദ്രനും ഒക്കെ തോറ്റുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ഉള്ളില് ഭഗവാനോട് എന്താ പറയാ, അവർ ഭഗവാനെ പരീക്ഷിക്കാനൊക്കെ നോക്കി തോറ്റവരാണ്. അവർക്ക് യശോദാമ്മയോട് ഒരു ചെറിയ ഇത് തോന്നി, എങ്ങനെയാണ് യശോദാമ്മയ്ക്ക് ഇത് സംഭവിക്കുന്നത്? ഭഗവാനെ പിടിച്ച് ഒരലിൽ കെട്ടിയിട്ടു, അല്ലെ? ഒരലിൽ കെട്ടിയിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞാൽ മിണ്ടാതിരുന്നോണം, വായി പൂട്ടി ഇവിടെ നിന്നോണം. എന്നിട്ട് കൃഷ്ണൻ ഇങ്ങനെ കെഞ്ചാണ്, അയ്യോ എന്നെ ഒന്ന് അച്ചു വിടുവോ, എനിക്ക് കളിക്കാൻ പോണം. യശോദാമ്മ കേൾക്കില്ല, ഇല്ല ഇന്ന് ഞാൻ ഞങ്ങൾക്ക് ഇന്ന് ശിക്ഷയാണ്, നീ ഇവിടെ കിടന്നാൽ മതി, മിണ്ടാതെ അവിടെ കിടന്നാൽ മതി, ഒന്നും മിണ്ടാണ്ട. അങ്ങനെയുള്ള ഭഗവാനെ, ഇന്ദ്രന്റെയും ബ്രഹ്മാവിന്റെയും ഒക്കെ ഗർവ് ശമിപ്പിച്ച ഭഗവാനെ അവിടെ കുരലിൽ കെട്ടിയിട്ടിട്ട് മിണ്ടി പോരുത്, വായി പൂട്ടി കെഞ്ച വെച്ച അങ്ങനെയുള്ള യശോദാമ്മയോട് ചോദിക്കുകയാണ്, എന്ത് തപസ് ചെയ്തിട്ടാണ്
നിങ്ങൾക്ക് ഈ ഭാഗ്യം സിദ്ധിച്ചത്. അപ്പൊ ഈ ശ്ലോകത്തിലും അത് തന്നെയാണ് കുന്തിദേവി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പർപ്പോട്ടില് ശ്രീല പ്രഭുപാദർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യശോദാമ്മയ്ക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടിയതെന്നും എന്തുകൊണ്ടാണ് കിട്ടിയതെന്നും ഭഗവാന്റെ ഇച്ഛപ്രകാരം. പിന്നെ ഓരോ ലീലകൾ എന്ന് പറയുന്നത് ഭഗവാൻ അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള ഭഗവാന്റെ ലീലകൾ വരുന്നത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഭഗവാനും ഡിവോട്ടീസും കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഗോലോകത്ത് മാത്രം കാണുന്ന ഈ ലീലകളെല്ലാം ഭൗതിക ലോകത്ത് വന്നും ഭഗവാൻ പ്രദർശിപ്പിക്കുന്നതിന്റെ ഉദ്ദേശവും പ്രഭുപാദർ പറയുന്നുണ്ട്. എന്തിനാണ്? To attract all of us to the sweet pastimes of Krishna. എന്നിട്ട് നമുക്ക് അതിലൊരു അട്രാക്ഷൻ വരികയും നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ എൻഗേജ് നമുക്ക് ഫൈനലി വിൽ ഓൾസോ ബിക്കം വൺ അമോങ് ദം. അപ്പം ഭഗവാന്റെ പാസ് ടൈംസിന്റെ ഉദ്ദേശം എന്താണെന്ന് ആദ്യമേ ഭാഗവത്തിന്റെ ആദ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോഴും എന്താണ് സത്വഗുണത്തിലുള്ളവരൊക്കെ അട്രാക്ട് ചെയ്ത് പോകാനായിട്ടാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ റീസൺസ് ഇന്റേണൽ റീസൺസ് എന്നൊക്കെ പറയുമല്ലോ. പുറമേ നോക്കുമ്പോൾ എന്താണ് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ വരുന്നത് എന്ന് തോന്നുന്നു. പക്ഷെ ശരിക്കും ഭഗവാൻ വരുന്നത് ഭഗവാന്റെ വളരെ അടുത്തുള്ള ഭക്തന്മാരുമായിട്ട് ലീലകൾ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഇൻകാർണേറ്റ് വരുന്നതും ഈ ലീലകളെല്ലാം പ്രകടിപ്പിക്കുന്നതും. അല്ലെങ്കിൽ നമുക്ക് ഈ ലീലകളെ കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ എന്താണ് ഗോലോകത്ത് നടക്കുന്നതെന്ന് അറിയുകയോ ഒന്നും ഉണ്ടാവില്ല. ഈ സ്പെഷ്യൽ ലീലാസ് ഒന്നും വൈകുണ്ഠങ്ങളിലൊന്നും കാണില്ല. എന്തുകൊണ്ടാണ്? അവിടെയുള്ള ഭാവം ഐശ്വര്യപൂർണമാണ്. ഭൂലോകത്തിൽ മാത്രമേ, അതായത് 5 രസങ്ങളുള്ളതിൽ 4 ദാസ്യം, സഖ്യം, പിന്നെന്തായിരുന്നു വാത്സല്യം, മാധുര്യം. അതിൽ മാധുര്യം, വാത്സല്യം, പിന്നെ സഖ്യത്തിന്റെ പകുതി. ഈ 3 പേർക്ക്, ഈ 3 മെലോസിലുള്ളവർക്കാണ് ഭഗവാനുമായിട്ട് ഇങ്ങനെയുള്ള വളരെ ഇതായിട്ടുള്ള ലീലകൾ, ഭഗവാൻ ഇന്ററാക്ഷൻസ് ഉള്ളത്. പക്ഷേ വൈകുണ്ഠത്തിലുള്ളത് താഴെയുള്ള അതാണ് ദാസ്യവും സഖ്യത്തിന്റെ ഒരു അല്പവുമാണുള്ളത്. അവിടെ എപ്പോഴും ഭഗവാനോട് ആദരവോടുകൂടി റെവറൻസോട് കൂടിയുള്ള സേവയാണ്. അപ്പൊ അവർക്ക് ഭഗവാന്റെ സ്വീറ്റ്നെസ് ആസ്വദിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ലീലകളൊക്കെ വളരെ ഉത്കൃഷ്ടമാണ്. അത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്കും നമ്മുടെ ഡിറ്റർമിനേഷൻ ടു ഗോ ബാക്ക് ടു ഗോഡ് ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ശ്രീല പ്രഭാതർ പറയുന്നുണ്ട് ഭഗവാൻ ഈസ് അൺലിമിറ്റഡ്. ഭഗവാനെ നമുക്ക് നമ്മുടെ ജ്ഞാനം കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് എത്തിച്ചേരാമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, വിചാരിക്കാൻ പറ്റില്ല. പക്ഷേ ഭഗവാനെ നമുക്ക് പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റും. എങ്ങനെയാണോ വ്രജവാസികൾ ഭഗവാനെ സ്നേഹിച്ചത് അതുപോലെ നമുക്കും സ്നേഹിക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഇതിൽ നമ്മളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഭഗവാനുമായിട്ട് ഇതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസും ലീലകളിൽ നമുക്കും ഒരു ഓഡിയൻസും ഒക്കെ കിട്ടും. ഹരേ കൃഷ്ണ. പിന്നെ ഇതേ ഒരു മൂഡിലാണ് ചൗരാഷ്ടകത്തില് വില്ലമംഗല ഠാക്കൂർ ഭഗവാനോട് പറയുന്നത്. അവിടെ ഭഗവാനെ കള്ളാന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്താ, ഏറ്റവും വലിയ കള്ളം ഭഗവാനാണ്. ഗോപിമാരുടെ ഹൃദയം കട്ടുകൊണ്ട് പോകും, ഗോപിമാരുടെ ഡ്രസ്സ് കട്ടുകൊണ്ട് പോകും, എല്ലാ വീട്ടിലും കയറി വെണ്ണ കട്ടുകൊണ്ട് പോകും. ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചിട്ട് ഭക്തന്മാരുടെ എന്താണ് കട്ടുകൊണ്ട് പോകുന്നത്? അനേക ജന്മാർജിത പാപങ്ങൾ. എത്രയോ ജന്മങ്ങളായിട്ട് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ പാപങ്ങളും ഭഗവാൻ അങ്ങ് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹരിയെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ്, യശോദാമ്മ ശിക്ഷിച്ചതുപോലെ. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഞാൻ പിടിച്ച് എൻ്റെ മനസ്സാകുന്ന കാരാഗ്രഹത്തിൽ, ഇരുട്ട് പിടിച്ച കാരാഗ്രഹമാണ്, അതില് മന്മാനസേ താമസ രാശി ഘോരമായ ഇരുട്ട് പിടിച്ചിട്ടുള്ള ഒരു ദുഷ്കരമായ സ്ഥലമാണ് എൻ്റെ ഹൃദയം. അതിനകത്ത് ഞാൻ ഭഗവാനെ കെട്ടിയിടാൻ പോവുകയാണ്. എന്നിട്ട് അവിടെ കിടക്കണം, ഞാൻ എവിടെയും വിടാൻ പോകുന്നില്ല. അങ്ങനെ ഭഗവാനെ അതിനകത്തിട്ടിട്ട് എന്താണ് നഹി മോചയാമി, ഞാൻ ഒരിക്കലും വിടാൻ പോകുന്നില്ല. ആ ഒരു പണിഷ്മെന്റ് ആണ് ഭഗവാന് ഞാൻ തരാൻ പോകുന്നത് എന്ന് വില്ലമംഗലം പാടുന്നുണ്ട്. അപ്പം ഇതെല്ലാം എന്താ പറയാ, ഭഗവാനുമായിട്ട് അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഭക്തന്മാരുടെ എന്താ പറയാ ഇന്ററാക്ഷൻസ് ആണ്. അത് ഭഗവാനും വളരെ ഇഷ്ടപ്പെടുന്നതായതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ അത് പ്രകടിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം.
ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. മാതാജി, ജസ്റ്റ് നിങ്ങൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ശ്ലോക പറഞ്ഞില്ലേ ഭാഗവതത്തിനെ പറ്റി? ക്യാൻ യു ഗിവ് മി ദ നമ്പർ മാതാജി? ഈ ശ്ലോകത്തിന്റെ ആണോ പ്രഭു? അല്ല, നിങ്ങൾ തുടക്കത്തിൽ ഭാഗവതത്തിന് ഗ്ലോറിഫൈ ചെയ്തിട്ട് തുടങ്ങി. ഭാഗവതം എന്താണെന്ന് പറഞ്ഞിട്ട് നല്ലോണം. ഭാഗവതത്തിന്റെ 1340. 1340 ആ? 1340 ഇതം ഭാഗവതം നാമം. ഓക്കെ മാതാജി, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഒരു മാതാജി, എനിക്കിത് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഒരു മിനിറ്റ്, ഞാൻ വേറൊരു ഡിവൈസിൽ നിന്ന് ഒന്ന് കയറി നോക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരിബോൾ മോളെ കേക്കണില്ല? ഹരേ കൃഷ്ണ മാതാജി. Recording in progress. മാതാജി പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. കേക്കാവോ മാതാജി? കേൾക്കാം മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ മോളെ നല്ല ക്ലാസ് ആയിരുന്നു. ക്യാമ്പിന്റെ എൻഡ് സേവയാണ്. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു കാര്യം മറന്നുപോയതാണ്, മാതാജി പറഞ്ഞതാണ്. ആ പശുവിന്റെ പേര്, അതായത് യശോദാമ അല്ല മറ്റേ നന്ദ. പത്മഗന്ധി. പത്മഗന്ധിയാണോ പത്മഗന്ധയാണോ എന്നറിയില്ല. പത്മഗന്ധി, ലോട്ടസിന്റെ മണമുള്ള മിൽക്കാണ്. പത്മഗന്ധി. ഓക്കെ, താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പുതിയ അറിവാണ് എനിക്ക്, ആ പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലോണം നന്നായിട്ടുണ്ട് ക്ലാസ്. അടിപൊളി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി. 2 അങ്കുലം എപ്പോഴും ബാലൻസ് കിടക്കുന്ന പറഞ്ഞ, ഒന്ന് നമ്മുടെ പരിശ്രമവും, 2 ഭഗവാന്റെ കൃപയും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പരിശ്രമിച്ചാലും ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതൊരു ഇതായിട്ട് വരുവുള്ളൂ. ഭഗവാന്റെ കൃപ നമുക്ക് നമ്മൾ പരിശ്രമിച്ചാൽ കിട്ടുമോ? അതെ, നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ ഭഗവാന് കൃപ തരാൻ തോന്നുകയുള്ളൂ. എന്നാലും ഭഗവാന് തോന്നണമെന്ന് പറയുന്നു. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ഭഗവാൻ ഒരു തോന്നല് വന്നെങ്കിലേ തരൂ എന്ന് പറഞ്ഞു. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ചെയ്യണം, അതുപോലെ പരിശ്രമിക്കണം. യശോദാമ്മ ചെയ്തതുപോലെ യശോദാമ്മ ഡിറ്റർമിൻഡ് ആയിട്ട് തോൽക്കാതെ ചെയ്തുകൊണ്ടേയിരുന്നു. അത് മാത്രമേ, വേറൊന്നും മനസ്സിൽ വെക്കാതെ അത് മാത്രം ചിന്തിച്ച് നമ്മൾ ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി അത്രയും ആഗ്രഹിക്കണം. അത്രയും എന്താ പറയാ, നമുക്ക് ആ ഒരു വേണം എന്നുള്ള ആഗ്രഹത്തോടെ ചെയ്യണം. അപ്പൊ ഭഗവാനും റെസിപ്രോക്കേറ്റ് ചെയ്യും. എപ്പോഴും പറയാം, നമുക്ക് ഡിസയർ, സ്പിരിച്വലി നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഡിസയർ വേണം. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഡിസയർ വേണം എന്ന് പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി, അതിലൊരു കണ്ടീഷൻസോള്, അതായത് സത്വഗുണത്തിലുള്ളവര് ഭഗവാനെ അട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ഏത് ഇതിലാണ് ആ ഭാഗവതം? മാതാജി, അത് ഫസ്റ്റ് ക്യാൻഡോയില് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അതിലാണ്. ഞാൻ നമ്പർ നോക്കിയിട്ട് അയച്ചു തരാം. അത് എന്തിനാണെന്ന് ചോദിക്കുന്നത് അതിന്റെ റിപ്ലൈയിൽ വരുന്നുണ്ട്. തുടങ്ങിയതാണോ അത്? ശ്ലോക ഭാവയത്തേഷ സത്യേന എന്ന് പറയുന്ന ശ്ലോകമാണ്. അത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല മാതാജി, നോക്കിയിട്ട് പറയാം. ഓക്കെ മാതാജി, എനിക്ക് അത് കറക്റ്റ് അറിയണമെന്നുണ്ട്. ശരി. ഞാൻ നോക്കിയിട്ട് ഞാൻ മാതാജിക്ക് അയച്ചേക്കാം. മാതാജി അയച്ചു തരുവായിരുന്നു. താങ്ക് യു മാതാജി. വണ്ടർഫുൾ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി. ഭഗവാന്റെ എത്ര കെട്ടാലും പുതുമയുള്ളതാന്ന് പറയണത് പോലെ തന്നെ ദാമോദര ലീലയിൽ പിടിച്ചു കെട്ടുന്നത് ഇങ്ങനെ പറയുമ്പോ നമുക്ക് അങ്ങനെ അതാ എത്ര പ്രാവശ്യം കേട്ടാലും മതിയാവില്ല അല്ലേ? ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാജി. വളരെ വണ്ടർഫുൾ ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. സേവ തന്നതിന് താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. മാജി, നമുക്ക് ക്ലാസ് എടുക്കുന്നതിൽ വളരെ നന്ദി മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാമം മാതാജി. ഞങ്ങളെല്ലാം പരമഭാഗ്യവാന്മാരാണ്. മാതാജിയെ പോലുള്ള നല്ല പരമഭക്തന്മാരുടെ മനോഹരമായ ഗംഭീരമായ ക്ലാസ് ഇന്നും കേൾക്കാൻ
നമ്മൾ എന്ത് ഭാഗ്യമാണ് മാതാജി ചെയ്തിട്ടുള്ളത് അറിയില്ല. ഗംഭീര മാതാജി, നന്നായിരുന്നു. കണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുവിനാണ് നന്ദി പറയേണ്ടത്. കാരണം ഇത്രയും നല്ല നല്ല ഭക്തന്മാരെ കൊണ്ടുവന്ന ക്ലാസ് ഞങ്ങൾക്ക് തരണേന്. ഹരേ കൃഷ്ണ. പ്രഭു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നൽകിയത് കൊണ്ട് ഭാഗവതം കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ടിരുന്ന് പഠിക്കാനും കേൾക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അപ്പം കേട്ടതിന്റെയും എന്താ പറയാ അത് ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. എങ്കിലും എന്താ പറയാ പറ്റുന്ന പോലെ ഞാൻ പറയാറുണ്ട്. അതിനൊരു അവസരം നൽകിയതിന് വളരെ നന്ദിയുണ്ട് പ്രഭു. ദാമോദര ലീലയുടെ തന്നെ ഒറിജിനൽ പാസ് ടൈം ഗോലോകത്ത് നടന്നത് ശരിക്കും രാധാറാണിയാണ് ഭഗവാനെ പിടിച്ച് കെട്ടുന്നത്. പക്ഷെ ആ ഒരു ലീല എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനത് വിട്ടേക്കാം, എനിക്കത് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പ്രസന്റ് ചെയ്യാനാണെന്ന്. പക്ഷേ അതിന്റെ അത് അമരേന്ദ്ര പ്രഭുവിന്റെ ഏതൊരു ലെക്ചറിലാണ് ഉള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നെങ്കിലും നമുക്ക് എന്താ പറയാ കൊക്കിലൊതുങ്ങുന്നതേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എങ്കിലും അങ്ങനെ ഒരു അവസരം നൽകിയതിന് പ്രഭു വളരെയധികം നന്ദി. ഹരേ കൃഷ്ണ. മാതാജി ഒരു ദയവായി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ മാതാജി പ്ലീസ്. അമരേന്ദ്ര പ്രഭുവിന്റെ രാധാറാണിയുടെ ഗോലോക ദാമോദര ലീല ഒരു ദിവസം ദയവായി മാതാജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ പ്ലീസ്. എനിക്ക് നന്നായിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അതിന് അർഹരാണോ എന്നല്ലേ മാതാജി. ഒന്ന് കേട്ട് നോക്കാം. എന്തായാലും മാതാജി പറയാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ, നമുക്ക് കേൾക്കാനുള്ള ഭാഗ്യം വന്നാലും മാതാജി സ്വാഗതം. നന്ദി മാതാജി, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ ക്ലോസ് ചെയ്യാം മാജി. ആരോ എന്തോ പറയുന്നുണ്ടായിരുന്നു, ശോഭന മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇതൊരു പ്രത്യേക ഒരു അനുഭവമാണ് മാതാജി. പല സപ്താഹങ്ങൾ മുഴുവൻ സമയം ഇരുന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. എല്ലാം ഗുരുകൃപയാണ് മാതാജി. നമുക്ക് ഓരോ സർവീസ് കിട്ടുന്നതും സർവീസ് കേൾക്കാനുള്ള അവസരം തരുന്നതും എല്ലാം സാധുക്കളുടെയും ഗുരുക്കളുടെയും ഗുരുവിന്റെയും ഒക്കെ കൃപയാണ്. അപ്പൊ ഞാനും ഇന്ന് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് വളരെ പ്രീച്ചിങ് സർവീസസ് വളരെ കുറവാണ്, പക്ഷെ പറ്റുന്നത് ഇങ്ങനെ തന്നതിന് വളരെ നന്ദി. ഭഗവാനെ ഉരലിൽ ബന്ധിക്കുന്ന രാധാദേവിയാന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. അല്ല, രാധാദേവി ഉരലിലല്ല ബന്ധിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ രാധാദേവിയാണ് ശരിക്കും ഭഗവാനെ ദാമം വെച്ച് കെട്ടിയത്. അപ്പോ ആ ഒരു പാസ് ടൈം ഭഗവാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് ഭഗവാൻ അത് ഇനിയും ഇനിയും ആവർത്തിക്കാം, പക്ഷെ അതിന്റെ ക്രെഡിറ്റ് യശോദാമ്മയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയാ ഈ ഭൗതിക ലോകത്ത് വരുമ്പോ ഹോമ വൃന്ദാവനത്തില് അതില് യശോദാമ്മയും രാധാകൃഷ്ണനുമായിട്ടുള്ള പാസ് ടൈമായി മാറിയത് ഒറിജിനൽ. കാരണം ഇത് ദാമോദരാക്ഷത്തിന്റെ അവസാനത്ത് നമ്മള് രാധാറാണിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പാരഗ്രാഫ് ഉണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ആ ഒരു പാസ് ടൈം മനോഹരമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. എപ്പോഴെങ്കിലും നന്നായി പഠിച്ചിട്ട് ഒരു സമയം പറയാം. ഹരേ കൃഷ്ണ. മാതാജി അത് മാല കൊണ്ടല്ലേ കെട്ടുന്നത് മാതാജി? മാല കൊണ്ടല്ലേ? അല്ല, രാധാറാണിയുടെ ഇടുപ്പിൽ കെട്ടുന്ന ഒഡ്യാണം പൊട്ടിയാണം കൊണ്ടാ കെട്ടുന്നത്. അത് വെച്ചിട്ടാണ് ഭഗവാനെ കെട്ടിയത്. അതൊരു വലിയ ലീലയാണ്. അതെ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നല്ലത്. ഹരേ കൃഷ്ണ മാതാജി. അതുപോലെ തന്നെ രാധാറാണി ഭഗവാനെ ഇവിടെ വൃന്ദാവനത്തിൽ വെച്ചിട്ട് ഇതുപോലെ കെട്ടണം. 2 പ്രാവശ്യം ഭഗവാനെ കെട്ടുണ്ട് എന്ന് പറയണില്ലേ? യശോദാമ്മ കെട്ടിയത് കൂടാണ്ട് രാധാറാണിയുടെ തന്നെ രാധാറാണി തന്നെ ഭഗവാനെ എന്തോ ഒരു കുസൃതി എന്താന്ന് ഓർമ്മ വരുന്നില്ല, അങ്ങനെ കെട്ടി എന്നുള്ളത് ഒരു കഥയും കൂടെ കേട്ടിട്ടുണ്ട്. മറ്റേ ടാക്സ് കളക്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇവരൊക്കെ പിടിച്ചു കെട്ടുന്നത് സ്ഥലത്ത് അവിടെയാണ് ഇവര് ബ്രാഹ്മണരെയൊക്കെ കുടുംബയിൽ പിടിച്ച് മരത്തിലൊക്കെ കെട്ടി ഓടി പോവാതിരിക്കാനായിട്ട് എല്ലാ ദിവസവും ടോർച്ചർ ചെയ്യുന്നതിന് പകരമായിട്ട് എല്ലാരും കൂടെ ഒളിച്ചിരുന്ന് പിടിച്ചു കെട്ടുന്ന ഒരു ലീലയുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആണ്. അത് അതിന്റെ ശരിയായ സോഴ്സസിൽ നമുക്ക് കേട്ടാലേ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു മാതാജി. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരാജ് की जय. മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ.